വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. യേശു കർത്താവ് കഷ്ടത അനുഭവിച്ചു എന്നെഴുതിയിരിക്കുകയാണ്. എന്തിനാണ് യേശുവെ കഷ്ടത അനുഭവിച്ചത്? അവിടെ ഒരു ചോദ്യമുണ്ട്. യേശു എന്തിനായി കഷ്ടത അനുഭവിച്ചു? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അലക്ഷ്യമാക്കേണ്ടതും സഹിക്കേണ്ടതുമായി രണ്ട് വിധത്തിൽ കഷ്ടതകളെ തിരിക്കുകയാണ്. അപമാനത്തെ അലക്ഷ്യമാക്കി. ഇന്ന് പ്രഭാതത്തിൽ നാം അപമാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെയാണ് പഠിച്ചത്, നിന്ദകളെ തകർക്കുക എന്നുള്ളത്. ഈ നിന്ദയെ അലക്ഷ്യമാക്കി, അപമാനത്തെ നമ്മളുടെ ജീവിതത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വരാതെ, നമ്മുടെ മനസ്സിനെ അപമാനം കലക്കാതെ, നമുക്കെതിരായ നിന്ദകളെ നമ്മുടെ മനസ്സിനകത്ത്, നമ്മുടെ ശുശ്രൂഷയെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ജീവിതത്തെ അത് ആഘാതമേൽപ്പിക്കാതെ അപമാനത്തെ നമ്മൾ അലക്ഷ്യമാക്കി കളയുക. അത് നമ്മളെ ബാധിക്കത്തില്ല എന്നുള്ള ഉറപ്പോടുകൂടെ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അപമാനം ആരും സഹിക്കരുത്. കാരണം കർത്താവ് അപമാനം സഹിച്ചില്ല. അപമാനത്തെ കർത്താവ് പുറംകാലിന് തള്ളിക്കളഞ്ഞ് ആ അപമാനങ്ങളെ കർത്താവ് സ്വീകരിക്കാതെ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുക. അപ്പോൾ കർത്താവ് കഷ്ടതയെ സഹിച്ചു, ക്രൂശിനെ സഹിച്ചു. എന്തിനാണ് യേശുവേ ഈ ക്രൂശിനെ സഹിച്ചത്? അതിൻ്റെ ഉദ്ദേശമാണ് കർത്താവ് പറയുന്നത്. ആ കഷ്ടതയിലാണ് എൻ്റെ രക്തത്താൽ ഞാൻ ജനത്തെ വിശുദ്ധീകരിച്ചു. അകൽ കർത്താവായ യേശു ഗത്സമന തുടങ്ങി ഗബത്തയ്ക്കപ്പുറം ഗൊൽഗോത്ത വരെ കഷ്ടത അനുഭവിക്കുമ്പോഴൊക്കെയും ഈ 3 കഷ്ടതകളിലും യേശു കർത്താവ് തൻ്റെ രക്തത്തെ ആയിരുന്നു ഊറ്റിക്കൊണ്ടിരുന്നത്. ഗത്സമനയിൽ മനോവേദനയാൽ മരണവേദനയാൽ പ്രാണഭയത്തിലായി യേശു നിലവിളിച്ച് ഉറക്കെ കരയുമ്പോൾ അവിടെ യേശുവിൻ്റെ വേദന വെളിപ്പെട്ടത് രോമകൂപങ്ങളിൽ കൂടെ വലിയ തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ ആ ചോരത്തുള്ളികൾ യേശുവിൻ്റെ കഷ്ടതയുടെ കാഠിന്യത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. ഗബത്തയുടെ കൽത്തളത്തിൽ റോമൻ ഗവർണറായ പീലാത്തോസിൻ്റെ മുൻപാകെ വിസ്തരിക്കപ്പെട്ട് ചാട്ടവാറടി ഏൽക്കുമ്പോൾ, മുതുകുഴവുചാൽ പോലെ കയറുമ്പോൾ, താടിരോമങ്ങൾ പിച്ചിപ്പറിക്കപ്പെടുമ്പോൾ, കുന്തം വെച്ച് തൻ്റെ പുറമുഴവുചാൽ പോലെ കീറി താടിരോമങ്ങൾ പിച്ചിപ്പറിച്ച് മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ അവിടെയും യേശുവിൻ്റെ വേദന രക്തമായിട്ട് പുറത്തു വന്നു. അതിനനന്തരമായി കാരിരും വാണികളാൽ ഗോൽഗോത്തയുടെ ഗിരിമുകളിൽ ക്രൂശിന്മേൽ തറയ്ക്കപ്പെടുമ്പോൾ, കുന്തം വെച്ച് വിലാപ്പുറം കുത്തപ്പെടുമ്പോൾ അവിടെയും യേശുവിൻ്റെ വേദനകൾ രക്തത്തിൽ കൂടെ പുറത്തു വരികയായിരുന്നു. അപ്പോൾ യേശു കർത്താവ് ഈ കഷ്ടത മുഴുവനും അനുഭവിച്ചത് രക്തത്തെ ഊറ്റേണ്ടതിനായിരുന്നു, രക്തം പകരേണ്ടതിനായിരുന്നു യേശു കർത്താവ് ഈ കഷ്ടത മുഴുവനും അനുഭവിച്ചത്. ആകയാൽ ഒരു ദൈവ പൈതൽ യേശുവിൻ്റെ രക്തത്തിൽ എത്രത്തോളം ആശ്രയിക്കുവാൻ കഴിയുമോ അത്രത്തോളം യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ കാലത്തിലേക്ക് ചെന്നാൽ അവരിങ്ങനെ മർമർ ചെയ്തുകൊണ്ട്, അവരിങ്ങനെ പോണ്ടർ ചെയ്തുകൊണ്ട് നടക്കുക. രക്തം ജയം, രക്തം ജയം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, ഇങ്ങനെ അവരെപ്പോഴും പറയുമായിരുന്നോ? അതുമാത്രമല്ല, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിന് മുമ്പുള്ളതായിട്ടുള്ള പ്രഭാഷകന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ആമേൻ ഓരോ സെൻറ്റൻസിൻ്റെ ഇടയിലും രക്തം ജയം പറഞ്ഞുകൊണ്ട് അവർ ശുശ്രൂഷിക്കുമായിരുന്നു. പെന്തക്കോസ്തിൻ്റെ ഒരു ശ്രേഷ്ഠമായ അനുഭവമായിരുന്നു രക്തത്തെ കൺഫസ് ചെയ്യുക, രക്തത്തെ ഡിക്ലെയർ ചെയ്യുക. യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം. ആവർത്തിച്ച് പറയുമായിരുന്നു, യേശുവിൻ്റെ രക്തം ജയ, വിക്ടറി ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തം ജയ, യേശുവിൻ്റെ രക്തം ജയ, യേശുവിൻ്റെ രക്തം ജയ. ഏത് പ്രതികൂലങ്ങളിലും ദൈവജനം അധരം തുറന്ന് പറയുമായിരുന്നു, യേശുവിൻ്റെ രക്തം ജയ. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് നിറഞ്ഞ ആഴമേറിയ വെളിപ്പാടുള്ളവരായിരുന്നു പെന്തക്കോസ്തിൻ്റെ സമൂഹം എന്നുള്ളത്. പൈശാചിക പോരുകൾ ആത്മമണ്ഡലത്തിലോ സ്വപ്നമണ്ഡലത്തിലോ
മണ്ഡലത്തിലോ ഭൗമമണ്ഡലത്തിലോ കയറി വന്നാൽ അവർ അപ്പോൾ തന്നെ യേശുവിൻ്റെ രക്തം ചൊല്ലി ജയമെടുക്കുന്നവരായിരുന്നു. ആമേൻ. പഴയ ക്രൈസ്തവ പാട്ടുകളിലേക്കൊക്കെ കടന്നു ചെന്നാൽ യേശുവിൻ്റെ രക്തത്തെ പരാമർശിക്കാത്ത ഒരു പാട്ടുമില്ലായിരുന്നു. എല്ലാ പാട്ടിനകത്തും യേശുവിൻ്റെ രക്തമുണ്ടായിരുന്നു. യേശുവിൻ്റെ രക്തത്തെ സ്പർശിക്കാത്ത പഴയ പാട്ടുകളേ ഇല്ല. എന്നാൽ പുതിയ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം ക്രിസ്തുവിൻ്റെ രക്തം നമ്മളുമായി പങ്കുചേർന്നിരിക്കുന്നു എന്നുള്ളത്, സഭ ഇന്ന് രക്തത്തിൽ നിന്ന് അകന്നു പോകുന്നുവെന്നുള്ളത് ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഇന്ന് രാത്രികാലം അധരം തുറന്ന് പറഞ്ഞാട്ടെ, യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ പറയാനല്ല, ആമേൻ പറയാനല്ല, സ്തോത്രം പറയാനല്ല, യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തം ജയ, കുഞ്ഞാടിൻ്റെ രക്തം ജയ, കുഞ്ഞാടിൻ്റെ രക്തം ജയ. ഭക്തൻ പാടുകയാണ്, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ്റെ ചങ്കിലേ, തൻ്റെ ചങ്കിലേ, തൻ്റെ ചങ്കിലേ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടാം. ആമേൻ. യേശുവിൻ്റെ രക്തത്തിൽ പ്രശംസിക്കുക. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചുള്ള 10 മർമ്മങ്ങളെ പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ക്രിസ്തുവിൻ്റെ രക്തത്തിലേക്കൊന്ന് ഉറപ്പിക്കുവാൻ, ക്രിസ്തുവിൻ്റെ രക്തത്തിലേക്കൊന്ന് അടുപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞത് മുഖാന്തര, യേശു തൻ്റെ രക്തം ചൊരിഞ്ഞത് മുഖാന്തര എന്താണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്? യേശുവിൻ്റെ കാൽവറി മരണത്തിൻ്റെ ഉദ്ദേശം രക്തച്ചൊരിച്ചിൽ മാത്രമല്ല, ദേഹമെന്ന തിരശീല ചീന്തി പുതുവഴി തുറക്കുന്നത് തുടങ്ങി യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ വൈവിധ്യ ഉദ്ദേശങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം രക്തമെന്നുള്ളതാണ്. ആകയാൽ മറ്റ് ഉദ്ദേശങ്ങളെ ഞാൻ തൃണവൽക്കരിക്കുകയോ ചുരുക്കമാക്കി പറയുകയോ അല്ല. പക്ഷേ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് പെസഹയുടെ ദിനത്തിൽ വിരിച്ചൊരുക്കിയ വന്മാളികയിൽ ശിഷ്യന്മാരുമായി പന്തിരുവരുമായി ഇരിക്കുമ്പോൾ യേശു കർത്താവ് പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്ത് എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീനെന്ന് പറഞ്ഞിട്ട് യേശു അടുത്തതായി പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് പറയും. അവിടെ കർത്താവ് പറയുകയാണ്, ഞാനൊരു പുതിയ നിയമം ചെയ്യാം, ആ നിയമത്തിൻ്റെ രക്തം എൻ്റെ ചങ്കിലെ രക്തമായിരിക്കുക. പഴയ നിയമത്തിൽ സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ 40 ദിനരാത്രങ്ങൾ ദൈവമുഖം കണ്ട് ഇറങ്ങി വന്ന മോശ ദൈവത്തിൻ്റെ നിയമങ്ങളും പ്രമാണങ്ങളും ജനത്തെ വായിച്ചു കേൾപ്പിച്ചോ. അതിനനന്തരം ജനത്തോട് ചോദിച്ചോ, നിങ്ങൾക്കിത് ചെയ്യുവാൻ ഒരുക്കമാണോ? ജനം പറഞ്ഞോ, ഞങ്ങളിത് ചെയ്യാം. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് മോശ പറഞ്ഞോ, ഞാൻ ഇന്ന് ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടന്നാൽ നിങ്ങൾ ദൈവത്തിനൊരു വിശുദ്ധ ജനമായിരിക്കുക. യു ഷാൽ ബി എ പെക്യൂലിയർ പീപ്പിൾ ഫോർ ഗോഡ്. ദൈവത്തിന് നിങ്ങൾ ഒരു പെക്യൂലിയർ പീപ്പിൾ, ഒരു വിശുദ്ധ വംശമായി നിങ്ങൾ മാറ്റപ്പെടുമെന്ന് മോശ അവിടെ വിളിച്ചു പറയുകയാണ്. ഈ നിയമം പറഞ്ഞതിന് ശേഷം മോശ ഒരു യാഗപീഠം പണിതോ. ആ യാഗപീഠത്തിലേക്ക് അരികെ ഒരു മൃഗത്തെ അറുത്ത് ഒരു പാത്രത്തിൽ അതിൻ്റെ രക്തമെടുത്ത് ആ രക്തത്തിൽ നിന്ന് കുറെ എടുത്ത് നിൽക്കുന്ന 25 ലക്ഷത്തോളം ജനത്തിൻ്റെ മുൻപാകെ മോശ ഈ പാത്രത്തിലേക്ക് വിരലിട്ട് ആ രക്തത്തെ എടുത്തിങ്ങനെ വാരി അത് വീശുമ്പോൾ ആ രക്തത്തുള്ളികൾ മുമ്പിൽ നിന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ ഉടുപ്പിന്മേൽ പതിഞ്ഞോ. ആ രക്തത്തെ നോക്കിയിട്ട് ഇവർ പറഞ്ഞോ, ഇത് ദൈവവും ഞങ്ങളും കൂടെ ചെയ്ത നിയമത്തിൻ്റെ രക്തമാണ്. ബാക്കി രക്തം കൊണ്ടുപോയി പണിതെടുത്ത യാഗപീഠത്തിന്മേൽ ഒഴിച്ച് പാനീയയാഗമായി ഒഴിച്ച് മോശ യാഗം കഴിച്ചു വരുമ്പോൾ അവിടെ അറുക്കപ്പെട്ട ആ കുഞ്ഞാടിൻ്റെ രക്തം ജനത്തിൻ്റെ മേൽ വീഴുകയോ യാഗപീഠത്തിന്മേൽ എരിഞ്ഞമരുകയും ചെയ്യുമ്പോൾ അത് നിയമത്തിൻ്റെ രക്തമാണെന്ന് പറഞ്ഞോ. ആ രക്തം വീണ ഉടുപ്പുകൾ പിതാക്കന്മാർ സൂക്ഷിച്ചു വെച്ച് പിൽക്കാലത്ത് തലമുറകളുടെ അടുക്കൽ പറഞ്ഞോ, ഇത് സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ മരുഭൂമിയിൽ വെച്ച് ദൈവം നമ്മളോട് ചെയ്ത നിയമത്തിൻ്റെ ഉടമ്പടിയുടെ അടയാളമാണ് ഈ രക്തമെന്ന് പറഞ്ഞോ. എന്നാൽ യേശു കർത്താവ് പെസഹ ദിനത്തിൽ ശിഷ്യഗണത്തിൻ്റെ അടുക്കൽ പറയുകയാണ്, മോശ മുഖാന്തരം
സഹോദര, സീനായ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ ദൈവം മനുഷ്യനുമായി പഴയ ഉടമ്പടി ചെയ്യുമ്പോൾ രക്തമെടുത്ത് ജനത്തിന് മേൽ തളിച്ചില്ലേ? ഞാനൊന്ന് നിങ്ങളോട് പറയാ, ഇതാ സീനായ് പർവ്വതത്തിന്റെ ഇപ്പുറം കാൽവറിയുടെ ഗിരിമുകളിൽ പുരാതന കാലത്ത് അബ്രഹാം തന്റെ ഏകജാതനായ ഇസഹാക്കിനെ ബലിയർപ്പിച്ച മോറിയ മലയുടെ ഇങ്ങേ വശത്ത് ഞാൻ എൻ്റെ രക്തത്തെ ഊറ്റുമ്പോൾ അത് മോശയിക നിയമത്തിനപ്പുറമായി ദൈവവും മനുഷ്യനും കൂടെ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ആ രക്തമായിരിക്കുക. ആ രക്തത്തിനകത്ത് എന്തായിരിക്കും ആ ഉടമ്പടി എന്നറിയാമോ? നിങ്ങളുടെ പാപങ്ങളെ ഞാൻ മോചിക്കും എന്നുള്ളത്. പഴയ ഉടമ്പടി ദൈവമേ ഞങ്ങൾ പാപം ചെയ്യത്തില്ലെന്നായിരുന്നു. ഞങ്ങൾ പാപം ചെയ്യത്തില്ലെന്ന് പറഞ്ഞ പഴയ ഉടമ്പടി മനുഷ്യൻ ലംഘിച്ചപ്പോൾ ദൈവം പുതിയ ഉടമ്പടി മനുഷ്യനോട് ചെയ്യുകയാണ്. നീ ചെയ്ത പാപങ്ങളെ ഞാൻ നിന്നോട് ക്ഷമിക്കാം എന്ന് പറയുന്ന പുതിയ ഉടമ്പടിയെ കർത്താവ് ചെയ്യുകയാണ്. ഞാൻ ആവർത്തിക്കട്ടെ, പഴയ ഉടമ്പടി മനുഷ്യൻ ദൈവത്തോട് പറയുകയാണ്, ഞങ്ങൾ പാപം ചെയ്യത്തില്ല. പക്ഷെ പാപം ചെയ്യത്തില്ലെന്ന് പറഞ്ഞ മനുഷ്യന്റെ ഉടമ്പടി തകർക്കപ്പെടുമ്പോൾ ഗൊൽഗോത്തയിൽ തന്റെ ഏകജാതനെ കുഞ്ഞാടിന് പകരം ബലിയർപ്പണം നടത്തി ആ കുഞ്ഞാടിന്റെ രക്തത്തെ എടുത്ത് നിയമത്തിന്റെ രക്തമായി പ്രതിഷ്ഠിച്ചിട്ട് ദൈവം ജനത്തോട് പറയുകയാണ്, ഞാൻ നിനക്ക് പാപമോചനത്തെ തരാം. സ്തോത്ര. അകൽ യേശുവിന്റെ രക്തത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് പാപങ്ങളെ മോചിക്കും എന്നുള്ള രക്തമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുകയാണ്, സ്തോത്ര, ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്ത സകല പാപമോ, ആമേൻ, കുറേശ്ശെ പാപങ്ങളല്ല, ഏതെങ്കിലും ഒരു പാപമല്ല, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുകയാണ്. പാപങ്ങളെ പോക്കുക മാത്രമല്ല, ഒരു ശുദ്ധീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. എൻ്റെ സഹോദരങ്ങളെ, എബ്രായ ലേഖനം 9-ാം അധ്യായം ഞാൻ 1-2 വാക്യങ്ങളെ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് കയറാം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 13, 14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തമോ പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും എന്ന് പറയുകയാണ്. നിത്യാത്മാവിനാൽ തന്നെ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി ശുദ്ധീകരിക്കുക. അങ്ങനെ ഇവിടെ പറയുകയാണ്, മനസ്സാക്ഷിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ രക്തം വ്യാപരിക്കുക. ആമേൻ. മനസ്സാക്ഷിയുടെ സ്തോത്രം, കളങ്കപ്പെട്ട മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുവാൻ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് പാപങ്ങളെ പോക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ എബ്രായ ലേഖനം 9-ൽ പറയുകയാണ്, പാപങ്ങൾ മാത്രമല്ല, നിർജീവ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്ത പ്രവർത്തികൾ, ചത്ത പ്രവർത്തികളെ പോലും എന്ത് ചെയ്യുക? ആമേൻ, നീക്കിക്കളഞ്ഞിട്ട് യേശുവിൻ്റെ രക്തം മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുക. മനസ്സാക്ഷിയുടെ വിശുദ്ധീകരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് സ്തോത്ര, ആമേൻ, 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാകുന്നു, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവോ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അടുത്ത ഭാഗം കൂടെ വായിക്കാം, പക്ഷെ അത് ഞാൻ അടുത്ത പോയിന്റിൽ പറയാം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തത്താലുള്ള വിമോചനത്തിലേക്കല്ല ഞാൻ ഇപ്പോൾ കയറുന്നത്. എന്നാൽ അതിൻ്റെ മുകളിലത്തെ ഭാഗത്തിൽ പറയുകയാണ്, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ പറയട്ടെ, ജീവിതത്തിൽ സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുക. നമ്മുടെ ഭൗതിക മണ്ഡലം ശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ബുദ്ധിക്കകത്തുള്ള ന്യൂനതകൾ മാറണം. നമ്മുടെ ബുദ്ധിക്കകത്തുള്ള ദോഷങ്ങൾ മാറണം. നമ്മുടെ മനസ്സാക്ഷിക്കകത്തുള്ള ദോഷങ്ങൾ മാറണം. നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ദോഷങ്ങൾ മാറണം. നമ്മുടെ ശരീരത്തിനകത്തുള്ള ദോഷം മാറണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ
പാപം വസിക്കുക, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പാപം വസിക്കുക. അവന്റെ കൺമോഹം, ജഡമോഹ, ഇത് ജഡത്തിനകത്ത് വസിക്കുന്ന പാപമാണ്. എന്നാൽ യേശുവിന്റെ രക്തം ഒരു മനുഷ്യന്റെ ശരീരത്തെ, അവന്റെ നാവിനെ, അവന്റെ കണ്ണിനെ, അവന്റെ കാതിനെ ശുദ്ധീകരിക്കുക. പാപം ചെയ്യാതെ വണ്ണം കൈകാലുകൾ കടിഞ്ഞാണിടപ്പെടുക. ഒരു മനുഷ്യൻ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ അവന്റെ ശരീരം വിശുദ്ധീകരിക്കപ്പെടുക. യേശുവിന്റെ രക്തം ശരീരങ്ങളെ ശുദ്ധീകരിക്കുന്നു. 2 സ്തോത്ര, രക്തം ബുദ്ധിയെ ശുദ്ധീകരിക്കുന്നു. ഒരു മനുഷ്യന്റെ ചിന്താമണ്ഡലത്തെ ശുദ്ധീകരിക്കുക. ഈ പ്രതികാരത്തിന്റെ ചിന്ത, ഒരു മനുഷ്യനെ തകർക്കുവാനുള്ള ബുദ്ധി, മനുഷ്യന്റെ ബുദ്ധിയെ ശുദ്ധീകരിപ്പാൻ യേശുവിന്റെ രക്തത്തിന് കഴിയുക. 3 മനസാക്ഷി, ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപത്തിന്റെ വീഴ്ച ഹൃദയത്തിനകത്ത് കളങ്കമായി കിടക്കുമ്പോൾ അത് മനസാക്ഷിയെ മുറിപ്പെടുത്തുക. എന്നാൽ ഇന്നലകളിലെ പാപത്തെ കഴുകിക്കളയുന്ന മനസാക്ഷിയുടെ വിശുദ്ധീകരണം യേശുവിന്റെ രക്തത്തിനകത്ത്. കണ്ടോ, ബുദ്ധിയുടെ വിശുദ്ധീകരണം, ശരീരത്തിന്റെ വിശുദ്ധീകരണം, സ്തോത്ര, ഹൃദയത്തിന്റെ, മനസ്സിന്റെ വിശുദ്ധീകരണം, ആത്മാവിന്റെ വിശുദ്ധീകരണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നാമെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടി അവൻ 4 തലങ്ങളിൽ ശുദ്ധീകരിക്കപ്പെടണം. 1, അവന്റെ ശരീരം ശുദ്ധീകരിക്കപ്പെടണം. 2, അവന്റെ മൈൻഡ്, ഹാർട്ട് ശുദ്ധീകരിക്കപ്പെടണം. 3, അവന്റെ ഇന്റലക്ച്വൽ റല, അവന്റെ ബുദ്ധിമണ്ഡലം ശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ ചിലരെ കുറിച്ച് പറയത്തില്ലേ, വല്ലാത്ത കുരുട്ടു ബുദ്ധിക്കാരനാണെന്ന് പറയത്തില്ലേ, അവന്റെ ബുദ്ധി വല്ലാത്തതാണ്. ഏത് ദോഷത്തിനുമുള്ള ദോഷം ചെയ്യാനുള്ളതായ ബുദ്ധി. ഇനിയും ചിലരെയൊക്കെ നമ്മൾ കണ്ടിട്ട് പറയത്തില്ലേ, ദൈവമേ ഈ ബുദ്ധിയൊക്കെ ഇവൻ നല്ല കാര്യത്തിനൊക്കെ പ്രയോഗിച്ചിരുന്നെങ്കിൽ ഈ എവിടെ ചെന്നേനെന്ന്. കൂട്ടിപ്പിടിപ്പിക്കാൻ, കള്ളം പറയാൻ, ദോഷം ചെയ്യാൻ, തിന്മ ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിയാണ് ചിലർക്ക്. എന്നാൽ യേശുവിൻ്റെ രക്തത്തിനകത്ത് അവൻ്റെ ബുദ്ധിമണ്ഡലത്തെ ഒന്ന് കഴുകിയാൽ അവൻ്റെ ബുദ്ധി ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങാൻ തുടങ്ങുക. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോ മാതാപിതാക്കളുടെ അടുക്കൽ ഞാൻ പറയുകയാണ്, കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ അങ്ങയുടെ രക്തത്താൽ കഴുകണമേ. പാപം ചെയ്യാനുള്ള ബുദ്ധിയല്ല, സഹജീവിയെ തകർക്കാനുള്ള ബുദ്ധിയല്ല, ലോകത്തിൽ ഉന്നതരാകാനുള്ള ബുദ്ധിയല്ല, ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള ഒരു ബുദ്ധിയുടെ വിശുദ്ധി എൻ്റെ ജീവിതത്തിൽ നൽകണമേ. ശരീരത്തിൻ്റെ വിശുദ്ധി, ഹൃദയത്തിൻ്റെ വിശുദ്ധി, ബുദ്ധിയുടെ വിശുദ്ധി. 4, ആത്മാവിൻ്റെ വിശുദ്ധി. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിൽക്കുവാൻ അവൻ്റെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം. ആത്മാവിൻ്റെ കറകളയുവാൻ, ആത്മാവിൽ കപടമില്ലാതിരിക്കുവാൻ ഒരു മനുഷ്യന് ഉലകത്തിലെ യാതൊരു സംഗതിക്കും കഴിയാതിരിക്കുമ്പോൾ എബ്രായ ലേഖനം വിളിച്ചു പറയുകയാണ്, യേശുവിൻ്റെ രക്തത്താൽ ഏകദേശം സകലവും ശുദ്ധീകരിക്കപ്പെടുന്നു. ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ 4 വിധത്തിലാണ് ശുദ്ധീകരണം സംഭവിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ വചനത്താൽ, യേശു പകർന്നു നൽകിയ പരിശുദ്ധാത്മാവിനാൽ, യേശുവിൻ്റെ ക്രൂശിൻ്റെ അനുഭവങ്ങളിൽ കൂടെ, ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ വിശുദ്ധരായിത്തീരുന്നു. റോമാലേഖനം 15:15 പറഞ്ഞു, ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. 1 യോഹന്നാൻ 1:7 യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. 1 പത്രോസ് 4:1 ക്രിസ്തു കഷ്ടം അനുഭവിച്ചിരിക്കുന്ന കഷ്ടതകളുടെ ഭാവത്താൽ ഒരു മനുഷ്യൻ പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, 4 തലത്തിലാണ് ശുദ്ധീകരണം സംഭവിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമർഹിക്കുന്ന വിഷയം രക്തത്താലുള്ള ശുദ്ധീകരണമാണ്. എൻ്റെ സഹോദരങ്ങളെ, പഴയ നിയമ ദൈവാലയത്തിൽ 7-ാം മാസം 10-ാം തീയതി മഹാപുരോഹിതൻ ശുദ്ധീകരണം ചെയ്യുമ്പോൾ യാഗപീഠം തുടങ്ങി കൃപാസനം വരെ എല്ലാ ഉപകരണങ്ങളിന്മേൽ തൻ്റെ കൈത്താലത്തിൽ ഇരിക്കുന്ന രക്തത്തെ പുരട്ടുമായിരുന്നു. യാഗപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ, താമ്രത്തൊട്ടിയിന്മേൽ, ധൂപപീഠത്തിന്മേൽ, കാഴ്ചയപ്പത്തിൻ്റെ മേശയുടെ മേൽ, അവിടെ ഉപയോഗിക്കുന്ന ഓരോ ചട്ടിയുടെയും കരണ്ടിയുടെയും മുപ്പല്ലിയുടെയും മുൾക്കൊളുത്തിൻ്റെയും മേൽ രക്തം പുരട്ടുമായിരുന്നു. അവിടെ ഇരിക്കുന്ന 7 ശാഖകളായി വിരിഞ്ഞു നിൽക്കുന്ന മെനോറ എന്ന ദീപം തെളിക്കപ്പെടുന്ന നിലവിളക്കിൻ്റെ മേൽ താൻ രക്തം പുരട്ടുമായിരുന്നു. എന്തിനേറെ, ഏറ്റവും അവസാനം 2 തണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അഹരോന്റെ തളിർത്തവടിയും മന്നയിട്ട് വെച്ച പൊൻപാത്രവ, നിയമത്തിന്റെ 2 കൽപ്പലകകൾ ഉൾക്കൊണ്ടിരിക്കുന്ന, അഭിമുഖമായി നിൽക്കുന്ന, ചിറകൊട്ടി നിൽക്കുന്ന, കെരൂബുകളാൽ മറയപ്പെട്ട കൃപാസനം നിൽക്കുന്ന ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്മേൽ താൻ രക്തത്തെ പുരട്ടുമായിരുന്നു. യേശുവിന്റെ രക്തത്തിന് നിഴലായി
ദൈവാലയത്തിലെ സകല ഉപകരണങ്ങളെയോ തൻ രക്തം പുരട്ടുമായിരുന്നു. അതുകൊണ്ടാണ് 21 അധ്യായം എബ്രായ ലേഖന 9 അധ്യായം 21 വാക്യം പറയുകയാണ്, കൂടാരത്തിന്മേൽ ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാം രക്തം തളിച്ചു എന്ന് പറയുകയാണ്. എല്ലാം രക്തം തളിച്ചോ. രക്തം തളിക്കപ്പെടുമ്പോൾ കൂടാരവും ഉപകരണങ്ങളോ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുകയായിരുന്നു. സഭയുടെ ദർശനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാ, കൂടാരം എന്നുള്ളത് ദൈവസഭയാണെങ്കിൽ ഉപകരണം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. ആകയാൽ സഭ രക്തത്തിൽ മറയപ്പെടണം. ഓരോ ദൈവ പൈതലോ രക്തത്തിൽ മറയപ്പെടണം. ഞാൻ ആവർത്തിക്കട്ടെ, സഭ രക്തത്തിൽ മറയ്ക്കപ്പെടണം. ഓരോ ദൈവ പൈതലോ രക്തത്തിൽ മറയ്ക്കപ്പെടണം. കൂടാര രക്തത്തിൽ മറയ്ക്കപ്പെടണം. ഓരോ ഉപകരണങ്ങളും രക്തത്തിൽ മറയ്ക്കപ്പെടണം. അടുത്തതായി ഞാൻ വ്യക്തിപരമായ വീക്ഷണത്തിൽ പറയാ, നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. 1 കൊരിന്ത്യർ 3:16-6 ഇവിടെ രണ്ടിടത്തും പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. എന്നാൽ ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ദൈവത്തിന്റെ ആലയത്തിലെ ഉപകരണങ്ങളാണ്. ആകയാൽ ഒരു മനുഷ്യന്റെ ശരീരമോ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളോ രക്തത്താൽ തളിക്കപ്പെടുന്നതായിരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഈ ശുദ്ധീകരണത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് 2 തലങ്ങളുണ്ട്. 2 തലങ്ങളാണ് ഈ ശുദ്ധീകരണത്തിന്. സ്തോത്ര. റോമാലേഖനം 3 അധ്യായം 25 വാക്യത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 3 അധ്യായം 25 വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, രക്തം മൂലം പ്രായശ്ചിത്തം കഴിക്കപ്പെടും. രക്തം മുഖാന്തിരം പ്രായശ്ചിത്തം കഴിക്കപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, യേശുവിൻ്റെ രക്തം പാപമോചനത്തെ നൽകുമെന്ന് പറയുമ്പോൾ എന്താണ് അതിന് സംഭവിക്കുന്നത്? ഏതൊരു തെറ്റിനോ ഒരു പ്രായശ്ചിത്തമുണ്ട്. നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ റോഡിൽ കൂടി വണ്ടി ഓടിച്ചോ, നമ്മളെ കോടതി വെറുതെ വിടോ, നമ്മളെ സർക്കാർ വെറുതെ വിടോ. പക്ഷേ അതിനൊരു കാര്യം ചെയ്യണോ, അതിൻ്റെ പെറ്റി നമ്മൾ അടയ്ക്കണോ. പെറ്റി അടച്ചാലേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. ഹെൽമെറ്റ് വെക്കാത്തത് തുടങ്ങി എല്ലാറ്റിനും ഒരു പ്രായശ്ചിത്തമുണ്ട്. അപ്പോൾ തിരുവെഴുത്ത് പറയുകയാണ്, ആ പ്രായശ്ചിത്തം, ആ ഫൈൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമാണ്. എന്നാൽ എബ്രായ ലേഖനം 9 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രായശ്ചിത്തം കഴിക്കപ്പെടുന്നതിൻ്റെ അതിൻ്റെ ശ്രേഷ്ഠമേറിയ മറ്റൊരു ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. എബ്രായ ലേഖനം 9 അധ്യായം അതിൻ്റെ 7 വാക്യത്തിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെ അല്ല എന്ന് പറഞ്ഞാൽ 7 മാസം 10 തീയതി മഹാപാപ പരിഹാര ദിവസം തന്നെ മഹത്വത്തിനും അലങ്കാരത്തിനുമുള്ള വസ്ത്രം ധരിച്ച് മഹാപുരോഹിതൻ പ്രാകാരം കടന്ന് വിശുദ്ധ മന്ദിരം കടന്ന് തിരശീലയ്ക്കപ്പുറം ഇരുട്ട് നിറഞ്ഞ കൃപാസനം വെളിപ്പെട്ട് നിൽക്കുന്ന പെട്ടകത്തിന് മുമ്പിലേക്ക് താൻ കടന്നു ചെല്ലുമ്പോൾ ഒരു കയ്യിൽ രക്തവുമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. ആ രക്തത്തെക്കുറിച്ച് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. ഈ ഒരു വാക്യം എത്രയോ ങ്ങൾക്ക് വേണ്ടി ഈ രക്തത്തെ ദൈവാലയത്തിൻ്റെ അന്തർമന്ദിരത്തിലേക്ക് കൊണ്ടുപോകാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ജീവിതത്തിലെ അബദ്ധങ്ങളിൽ നിന്ന് നമ്മളെ പുറത്തെടുക്കുന്നതാണ് യേശുവിൻ്റെ രക്തം. ചാടി തീരുമാനങ്ങൾ എടുത്തു, അത് അബദ്ധമായി പോയി. എന്നാൽ ഈ അബദ്ധത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ കഴിയോ? അവിടെ തിരുവെഴുത്ത് പറയുകയാണ്, യേശുവിൻ്റെ രക്തം നിന്റെ അബദ്ധങ്ങളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാ. ഇന്ന് രാത്രികാലം എത്ര പേർ ജീവിതത്തിൽ എവിടെയോ പറ്റിപ്പോയ അബദ്ധങ്ങൾ നിങ്ങളെ വല്ലാതെ വേട്ടയാടുമ്പോൾ, അത് നിങ്ങളുടെ പ്രൊഫഷണലി, സ്പിരിച്വലി, ഫാമിലി, ഏത് മേഖലയിലുമാകട്ടെ, അബദ്ധങ്ങൾ, ഈ അബദ്ധങ്ങളെ ഓർത്ത് നീ വ്യാകുലപ്പെടരുത്. ഈ അബദ്ധങ്ങളിൽ നിന്റെ ജീവിതം അവസാനിച്ചുവെന്ന് കരുതരുത്. ഈ അബദ്ധങ്ങളിൽ ഞാൻ മുടിഞ്ഞുവെന്ന് കരുതരുത്. നിന്റെ അബദ്ധങ്ങളിൽ നിന്ന് നിന്നെ പുറത്തെടുക്കാൻ, നിന്റെ അബദ്ധങ്ങളിൽ നിന്ന് നിന്നെ വെളിയിൽ കൊണ്ടുവരുവാൻ, നിന്റെ അബദ്ധങ്ങളിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. 7 മാസം 10 തീയതി അന്തർമന്ദിരമായ വിശുദ്ധ മന്ദിരത്തിലേക്ക് മഹാപുരോഹിതൻ കയറിയിറങ്ങുമ്പോൾ പുരോഹിതനൊരു ഉറപ്പുണ്ട്, കഴിഞ്ഞ ഒരാണ്ടിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ അബദ്ധങ്ങളിൽ നിന്നോ ഞാൻ വിടുവിക്കപ്പെടുകയാണ്.
ഇന്ന് രാത്രി പിശാച് നിന്റെ അബദ്ധങ്ങളിൽ കയറി ഹുക്കിട്ട് പിടിച്ച് നിനക്കെതിരെ മണ്ഡലം തുറന്നു വെച്ച് പോരടിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഇല്ല, ആ അബദ്ധങ്ങളിൽ നീ നശിക്കത്തില്ല, ആ അബദ്ധങ്ങളിൽ നീ ഒതുങ്ങി പോകത്തില്ല, ആ അബദ്ധങ്ങളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി രക്തമർപ്പിക്കും. തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി രക്തമർപ്പിക്കും. എൻ്റെ സഹോദരങ്ങളെ, അബദ്ധത്തിൻ്റെ ഫലം മനുഷ്യൻ ഭൂമിയിൽ അനുഭവിക്കും. തെറ്റുകളുടെ ഫലം മനുഷ്യൻ കുറച്ചുകൂടെ സിമ്പിളി ഞാൻ പറയാം, ഇൻറ്റൻഷനലി അല്ലാതെ അബദ്ധവശാൽ ചെയ്തു പോകുന്ന സംഭവങ്ങളുടെ ഒക്കെ ശിക്ഷ അവൻ ഈ ഭൂമിയിൽ കിടന്ന് അനുഭവിക്കുന്നത് കൂടുതലും. പക്ഷേ ഇൻറ്റൻഷനൽ സിൻ അവൻ സ്വർഗത്തിൽ ചെന്ന് അനുഭവിക്കും. എന്നാൽ അതിനെ ഞാൻ അങ്ങനെ പൂർണ്ണമായി അല്ല പറയുന്നത്, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അൺഇൻറ്റൻഷനൽ സിൻ ആകട്ടെ, ഇൻറ്റൻഷനൽ സിൻ ആകട്ടെ, യേശുവിൻ്റെ രക്തത്തിന് അതിനെ കഴുകാൻ കഴിയുക. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സകല ഗോത്രങ്ങളിലും ജാതികളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. അതിനകത്തൊരു വാക്കെന്നെ സ്പർശിച്ചു, ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാര, ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാര. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിലെ ജനസംഖ്യ മനുഷ്യൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ എത്ര മനുഷ്യരുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയേന്തി സ്തോത്ര സിംഹാസനത്തിന് കുഞ്ഞാടിന് മുൻപാകെ നിൽക്കുന്നത് കണ്ടോ? എണ്ണിക്കൂടാത്ത പുരുഷാര ഉറക്ക നിന്ന് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്കൊരു ദാനം കിട്ടി. ആ ദാനം ദൈവത്തിൻ്റെ രക്ഷയാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അവരുടെ ആർപ്പിൻ്റെ ശബ്ദത്തിൽ സകല ദൂതന്മാരോ സിംഹാസനത്തിൻ്റെയോ മൂപ്പന്മാരുടെയോ 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിൻ്റെ മുമ്പിൽ കവിണ്ണു വീണ് ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കുകയാണ്. എണ്ണിക്കൂടാത്ത പുരുഷാരം കുരുത്തോലയേന്തി വെള്ള നിലയെങ്കി ധരിച്ച് ദൈവത്തിൻ്റെ മുൻപാകെ രക്ഷയെന്ന ദാനത്തെ ആർത്തുപാടുമ്പോൾ ചുറ്റിന് നിൽക്കുന്നവർ ദൈവത്തിൻ്റെ മുൻപാകെ ആമേൻ എന്ന് പറഞ്ഞ് സ്വർഗീയ സൈന്യം, സെലസ്റ്റിയൽ ബോഡീസ്, സ്വർഗീയ ശരീരികൾ മുഴുവനും അവിടെ കവിണ്ണു വീണ് ദൈവത്തെ ആരാധിക്കുന്ന മഹനീയ ദർശനം കണ്ടിട്ട് യോഹന്നാൻ അടുത്ത് നിൽക്കുന്ന മൂപ്പന്മാരുടെ അടുക്കൽ ഒന്ന് ചോദിച്ചോ, ആരാണിവരെന്ന് ചോദിച്ചോ. മൂപ്പൻ സ്വർഗത്തിലെ മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് വിളിച്ചു പറഞ്ഞോ, യോഹന്നാനെ, ആ എണ്ണിക്കൂടാത്ത പുരുഷാര, ആർത്തു വിളിക്കുന്ന പുരുഷാരമാരാണെന്ന് ഞാൻ പറയാ. അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി നന്നായി കലക്കി വെളുപ്പിച്ചിരിക്കുന്നുവെന്ന് പറയുകയാണ്. വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ആ പുരുഷാരത്തെ നോക്കി ഭക്തൻ ചോദിക്കുമ്പോൾ സ്വർഗത്തിലെ ഒരു വ്യക്തി അവിടെ പറയുകയാണ്, ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി വെളുപ്പിച്ചവരാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചവർ സ്വർഗത്തിൽ ഇപ്പോൾ ആർക്കുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചവർ ഇപ്പോൾ സ്വർഗത്തിൽ ആരാധിക്കുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചവർ ഇപ്പോൾ സ്വർഗത്തിൽ അട്ടഹസിച്ചാർത്തിടുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചവർ ഇപ്പോൾ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചവർ ആരാധിക്കുമ്പോൾ ഇപ്പോൾ ഇതാ സ്വർഗത്തിലെ ദൂതന്മാർ പോലും ആശ്ചര്യഭരിതരായി അവർ ദൈവത്തിന്റെ മുൻപാകെ വീണ് നമസ്കരിക്കുകയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെ ദൈവജനം തിരിച്ചറിയട്ടെ. ഇത് വിശുദ്ധിയുടെ രക്തമാണ്. ഇത് സ്വർഗീയ പ്രവേശനത്തിന്റെ രക്തമാണ്. ഇത് സ്വർഗീയ അവകാശത്തിന്റെ രക്തമാണ്. Confess the blood of Jesus. യേശുവിന്റെ രക്തത്തെ കൺഫസ് ചെയ്താൽ, യേശുവിന്റെ രക്തത്തെ കൺഫസ് ചെയ്തേ, സ്തോത്രം, യേശുവിന്റെ രക്തം ജയം.
ഇന്നു രാത്രി നിങ്ങളെ പാപമോ പാപത്തിൻ്റെ അനന്തരഫലമായി ഏത് സംഗതികളോ നിങ്ങൾക്കെതിരെ നിന്ന് വാദിച്ചാലും ഇന്നു രാത്രി ഉറപ്പായിട്ട് പറയുവിൻ, എൻ്റെ അബദ്ധങ്ങളോ എൻ്റെ പാപങ്ങളോ എന്നെ വരിഞ്ഞു മുറുക്കാതെ വേണം. യേശുവിൻ്റെ രക്തം എനിക്ക് ജയം നൽകുന്ന രക്തമാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഒന്ന്, യേശുവിൻ്റെ രക്തം പാപങ്ങളെ മോചിക്കുന്ന രക്തമാണ്. രണ്ടാമതായി യേശുവിൻ്റെ രക്തത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ ആമേൻ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവിടെ ആമേൻ വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്. അവൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, വീണ്ടെടുപ്പും വിടുതലും രണ്ട് സംഗതികളാണ്. എന്താണ് വീണ്ടെടുപ്പും വിടുതലും തമ്മിലുള്ള വ്യത്യാസം? വീടുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ നടന്നു പോയപ്പോൾ ഒരു കുഴിയിൽ വീണു, ഞാൻ നടന്നു പോയപ്പോൾ ഞാൻ വാഹനവുമായി പോകുമ്പോൾ എൻ്റെ വണ്ടി പഞ്ചറായി, അല്ലെങ്കിൽ എൻ്റെ വണ്ടി ഒരു കുഴിയിൽ വീണു. ഞാൻ അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് PC ചെറിയാൻ പാസ്റ്റർ അതുവഴി കടന്നു വരുന്നത്. എന്നെ കണ്ട് അവിടെ നിർത്തി, എന്താ കുഞ്ഞെ പ്രശ്നമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ വണ്ടി ഇങ്ങനെ ടയർ പഞ്ചറായിപ്പോയി, ഞാനിവിടെ കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇറങ്ങി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 2 സഹോദരങ്ങളും ഇറങ്ങി എൻ്റെ ടയർ നന്നാക്കി, അല്ലെങ്കിൽ ആ കുഴിയിൽ നിന്ന് വണ്ടി കയറ്റി എന്നെ മുമ്പോട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അത് വിടുതലെന്നാണ് അർത്ഥം. എന്നാൽ ഞാൻ കടന്നു പോകുന്ന വഴിയിൽ 2 പേർ എൻ്റെ വണ്ടി തടഞ്ഞു നിർത്തി. എന്നിട്ട് എന്നെ പിടിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ വണ്ടിയെ തടഞ്ഞു നിർത്തി. എൻ്റെ താക്കോലും കൈവശം വെച്ച് എഴുതിയിട്ട് അവിടെ നിന്ന് എന്നെ വെല്ലുവിളിക്കുകയാണ്. എന്നെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് ആണ് പാസ്റ്റർ അതുവഴി കടന്നു വരുന്നത്. പാസ്റ്റർ നോക്കിയപ്പോൾ പരിചയമുള്ള വണ്ടിയാണല്ലോ. അവിടെ ചവിട്ടി നിർത്തി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു എന്താ പ്രശ്നം. പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഗുണ്ടകൾ, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ നിൽക്കുന്നവർ എന്നെ മിണ്ടാൻ അനുവദിക്കുന്നില്ല. ഞാനിങ്ങനെ ഭയന്ന് വണ്ടിക്കകത്തിരിക്കുമ്പോൾ പാസ്റ്റർ എന്ന് അവരുടെ അടുക്ക ചോദിച്ചു, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് 25,000 രൂപ തന്നാലേ ഇവനെ വിട്ടുതരത്തുള്ളൂ എന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്ക് 25,000 രൂപ പോരെ, ഞാനങ്ങ് തന്നേക്കാം, അവൻ്റെ വണ്ടിയുടെ ചാവി കൊടുക്ക് എന്ന് പറഞ്ഞ് 25,000 രൂപ തൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് അവർക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ആ താക്കോൽ എൻ്റെ കൈവശം തന്നിട്ട് അവർ മാറിപ്പോകുമ്പോൾ എൻ്റെ അടുക്ക വന്ന് പറയാം, കുഞ്ഞെ നീ സമാധാനത്തോടെ പൊക്കോ, അവരിനി വരത്തില്ല, അവർക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വിടുതലല്ല, അത് അവരുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തതാണ്. സ്തോത്ര. അല്ലെങ്കിൽ സ്തോത്ര, ഒരുപക്ഷെ 25,000 കൊടുത്ത് വീണ്ടെടുത്തേക്കാം. അല്ലെങ്കിൽ ആ ഗുണ്ടകൾക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരുപക്ഷെ പാസ്റ്ററെ അവർക്ക് പരിചയമുണ്ടായിരിക്കാം. പാസ്റ്ററെ പരിചയം കണ്ടതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? അവരെന്നെ വിട്ടിട്ട് ഓടിപ്പോയി താക്കോലും അവിടെ എറിഞ്ഞു കളഞ്ഞിട്ട്. സ്തോത്ര. ഇതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അവിടെ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് വിടുതൽ എന്നുള്ള വാക്കല്ല പറയുന്നത്, വീണ്ടെടുപ്പ്. നമ്മൾ അകപ്പെട്ടു പോയ ഒരു സാഹചര്യമല്ല, നമ്മൾ അകപ്പെട്ടു പോയ നമ്മിലും ബലവാനായ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന്, ഒരു ശക്തിയുടെ കയ്യിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരിക എന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ അതിക്രമങ്ങളുടെ മോചനം ഒരു വീണ്ടെടുപ്പായി പറയുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ ഞാനൊരു കാര്യം പറയാം. ഒരു പാപം ആദ്യം നമ്മുടെ താഴെ നിൽക്കും. 2, ആ പാപം നമ്മളോട് ചേർന്ന് നിൽക്കുക. 3, ആ പാപം നമ്മളുടെ തലയ്ക്ക് മീതെ നിൽക്കുക. സ്തോത്ര. ആദ്യമായി മദ്യപിക്കുന്നതിന് മുമ്പേ ആ മദ്യം നമ്മുടെ താഴെ നിൽക്കുക. മദ്യപിക്കണോ വേണ്ടായോ എന്നുള്ളത് എന്താണ്? അത് എൻ്റെ ചോയ്സാണ്. ഞാൻ പോടാ എന്ന് പറഞ്ഞാൽ മദ്യം എന്ത് ചെയ്യുക? എന്നെ വിട്ടുപോകുക. ആകയാൽ മദ്യത്തെ എൻ്റെ കാൽക്കലാണ്. പക്ഷേ ഞാൻ ആ മദ്യത്തെ എൻ്റെ ജീവിതത്തോടു കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ മദ്യം എന്നെ ഉപദ്രവിക്കത്തൊന്നുമില്ല. ഈ മദ്യം ഞാൻ കുടിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു രസം തോന്നുമായിരിക്കാം. ഈ മദ്യം എന്നെ നശിപ്പിക്കുന്നില്ല, എന്നെ കീഴ്പ്പെടുത്തുന്നില്ല. ഒക്കേഷണലി ഞാൻ മദ്യപിക്കുന്നു, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഈ മദ്യവും ഞാനും കൂടെ എന്താണ്? നല്ല ഫ്രണ്ട്സാണ്. എന്നാൽ ഒരു 6 മാസം കഴിയുമ്പോൾ എൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങും. മദ്യം ഇപ്പോൾ ആരായി തീർന്നോ? എൻ്റെ യജമാനനായി തീർന്നോ? ഞാൻ രാവിലെ എഴുന്നേറ്റ് വിറയാർന്ന കൈകളോടുകൂടെ മദ്യക്കുപ്പിയുടെ
അടുക്കൽ ചെല്ലുക. മദ്യക്കുപ്പി എഴുന്നേക്കുന്ന ഉടനെ അവിടെ ഇരുന്ന് പറയുക, എഴുന്നേറ്റ് എൻ്റെ അടുക്ക വാടാ, നേരെ ചൊവ്വേ നടക്കണമെങ്കിൽ, വിറയ്ക്കാതെ നടക്കണമെങ്കിൽ എൻ്റെ അടുക്കൽ വാടാ. കണ്ടോ, എൻ്റെ താഴെ നിന്ന മദ്യ എൻ്റെ കൂട്ടുകാരനായി, ഇപ്പോൾ അവൻ ആരായി തീർന്നോ? എൻ്റെ യജമാനനായി തീർന്നോ? ഇതാണ് പാപത്തിൻ്റെ അവസ്ഥ. ഇങ്ങനെ ഒരു മനുഷ്യൻ പാപത്തിന് അടിപ്പെട്ടു പോയി, പാപത്തിന് കീഴ്പ്പെട്ടു പോയ അവസ്ഥയിൽ അവനെ പുറത്തു കൊണ്ടുവരുവാൻ ലോകത്തിൽ സാധ്യമായിരിക്കുന്ന വിഷയ യേശുവിൻ്റെ രക്തമാണ്. ഒരു മനുഷ്യന് പാപത്തെ 3 തലത്തിൽ ഒഴിവാക്കാൻ കഴിയും. ആമേൻ. ഒന്ന്, ഒരു മനുഷ്യന്റെ ദൈവഭയം നിമിത്ത ഒരു മനുഷ്യന് ഒരു പാപത്തെ ഒഴിവാക്കാം. ഞാൻ മദ്യത്തെ ഒഴിവാക്കുന്നു ദൈവഭയം കൊണ്ട്. എന്നാൽ എല്ലാവരും ദൈവഭയം കൊണ്ടല്ല ഒഴിവാക്കുന്നത്, ആരോഗ്യബോധം കൊണ്ട്, സാമാന്യബോധം കൊണ്ട്, സ്തോത്ര, ഭൗതിക ചിന്താഗതി കൊണ്ട് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക? മദ്യത്തെ ഒഴിവാക്കുക. അപ്പൊ തീരുമാനം കൊണ്ട് മദ്യത്തെ ഒഴിവാക്കുക. ദൈവഭയം കൊണ്ട് ഒഴിവാക്കുക. 2, ബുദ്ധി കൊണ്ട്. അതുകൊണ്ടാണ് ന്യായാധിപനെ കുറിച്ച് യേശു കർത്താവ് പറയുന്ന ഭാഗം, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും. അപ്പോൾ മദ്യപിക്കാതിരിക്കുന്നത് ദൈവഭയം കൊണ്ട് മദ്യപിക്കാതിരിക്കുക, മാനുഷിക ശങ്ക കൊണ്ട് മദ്യപിക്കാതിരിക്കുക. എന്നാൽ ദൈവഭയം കൊണ്ടോ മാനുഷിക ശങ്ക കൊണ്ടോ ഇതിനെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു അഡിക്ഷനിലേക്ക് ഒരു മനുഷ്യൻ കടന്നുപോയി കഴിഞ്ഞാൽ അവനെ എങ്ങനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുക? അതാണ് പറയുന്നത്, അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ആമേൻ. അപ്പോ ഒരു മനുഷ്യന് മാനസാന്തരം, രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തം ആ പാപത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് അവനെ പിടിച്ച് പുറത്തു കൊണ്ടുവരും. മരണത്തിന് അധീനമായ, പാപത്തിന് അധീനമായ ശക്തിയിൽ നിന്ന്, ആമേൻ, അധീനമായ ശരീരത്തിൽ നിന്ന് യേശുവിൻ്റെ രക്തം അവനെ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? എന്താണ് കാരണം? ഈ മരണം ഇത്ര നാളും കളിച്ചത്, ആമേൻ, ഈ മരണത്തിൻ്റെ വിഷമുള്ള ഈ മരണത്തിൻ്റെ പവർ മുഴുവൻ പാപത്തിലായിരുന്നു. പക്ഷെ പാപത്തിൻ്റെ അടിവേര് മാന്തി പാപത്തിൻ്റെ ശക്തിയെ തകർത്ത യേശു കർത്താവ് പാപത്തെ കീഴ്മേൽ മറിച്ചിട്ട് പറഞ്ഞു, ഇനി മരണം വാഴത്തില്ല. കാരണം പാപമെന്ന അധികാരത്തെ, പാപമെന്ന ശക്തിയെ യേശു കർത്താവ് നശിപ്പിച്ചു കളഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ എപ്പോഴും അധികാരവും ശക്തിയും സംയോജിതമാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ട്, അത് അധികാരമാണ്. IAS IPS ഉണ്ട്, ഇന്ത്യൻ പോലീസ് സർവീസ്, അതെന്താണെന്നറിയാമോ? അത് ശക്തിയാണ്. അധികാരവും ശക്തിയും കൂടെ ചേർന്നാൽ മാത്രമേ ഒരു ഭരണ സംവിധാനം ശരിയാകത്തുള്ളൂ. അപ്പോൾ മരണമെന്നുള്ളത് അധികാരമാണെങ്കിൽ പാപമെന്നുള്ളത് അതിൻ്റെ ശക്തിയാണ്. മരണമെന്നുള്ളത് അധികാരമാണെങ്കിൽ പാപമെന്നുള്ളത് ശക്തിയാണ്. അപ്പോൾ മരണത്തിൻ്റെ അധികാരമോ പാപത്തിൻ്റെ ശക്തിയും കൂടെ ചേർന്ന് മനുഷ്യരെ ഭരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം ആ അതിക്രമങ്ങളിൽ നിന്ന് മനുഷ്യരെ വീണ്ടെടുക്കുന്നുവെന്നാണ് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു അഡിക്റ്റഡ് സിന്നർ, ഏതെങ്കിലും ഒരു വിഷയത്തിന് അഡിക്റ്റായി പോയ ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവൻ്റെ മേൽ യേശുവിൻ്റെ രക്തം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കണ. യേശുവിൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട് എന്നാണ് എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു പ്രോസസ്സായി പഠിച്ചാൽ റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ. അവിടെ പറയുന്നത് രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു എന്നല്ല പറയുന്നത്, രക്തത്താൽ നീതീകരിക്കപ്പെട്ടുവെന്ന്. സഹോദരങ്ങളെ, ശുദ്ധീകരണവും നീതീകരണവും 2 ഭാഗമാണ്. ഞാൻ ഒന്നാമത് പറഞ്ഞ രക്തത്താലുള്ള ശുദ്ധീകരണമാണ്. പക്ഷേ ഇവിടെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ പഠിക്കുമ്പോൾ അവൻ്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ട ശേഷമോ. എന്താണ് ശുദ്ധീകരണവും നീതീകരണവും എന്നുള്ള വാക്കിൻ്റെ വ്യത്യാസം? നീതീകരണം എന്നുള്ളത്, സ്തോത്രം, ഒരു ജഡ്ജ്മെന്റിൽ ഒരു കോർട്ട്, ഒരു നിയമവാക്യമാണ്. സ്തോത്രം, നീതീകരിക്കപ്പെടുക, സ്തോത്രം, ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു
സാക്രിമെന്റൽ, അതൊരു ആലയവുമായി ബന്ധപ്പെട്ട അതൊരു ആത്മീയ ഭാഷയാണ്. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗത്തിൽ ഒരു നിയമവശമുണ്ട്. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. കർത്താവായ യേശു ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ 7 തത്വങ്ങളെയാണ് വിളിച്ചു പറയുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇവിടെ ആരാകുന്നു? ദൈവം പിതാവാകുന്നു. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ആരെയാണ് കരപൂരണം ചെയ്ത് വിശുദ്ധീകരിക്കുന്നത്? ഒരു മഹാപുരോഹിതനെയാണ്. ആകയാൽ ദൈവത്തെ പുരോഹിതനായി കാണുകയാണ്. നിന്റെ രാജ്യം വരണമേ. ആർക്കാണ് രാജ്യമുള്ളത്? രാജാവിനാണ് രാജ്യമുള്ളത്. ആമേൻ. ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമേ. ആരാണ് ആഹാരം കൊടുക്കുന്നത്? ആമേൻ. ഒരു പ്രൊവൈഡറാണ്. ആമേൻ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഞങ്ങളെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആരാണ് ക്ഷമിക്കുന്നത്? ഒരു ന്യായാധിപനാണ് ക്ഷമിക്കുന്നത്. ഗോഡ് ആസ് ദ ജഡ്ജ്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഗോഡ് ദ പ്രൊട്ടക്ടർ. 7 ദൈവിക സ്വഭാവങ്ങളെയാണ് പറയുന്നത്. പിതാവായ ദൈവം, പുരോഹിതനായിരിക്കുന്ന ദൈവം, രാജാവായിരിക്കുന്ന ദൈവം, ദാതാവായിരിക്കുന്ന ദൈവ, സ്തോത്ര, ന്യായാധിപനായിരിക്കുന്ന ദൈവ, സംരക്ഷകനായിരിക്കുന്ന ദൈവ. 7 തത്വങ്ങളെയാണ് യേശു കർത്താവ് പ്രാർത്ഥനയിൽ പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിച്ചു തരണമേ. ഇതൊരു ന്യായാധിപനോടുള്ള പ്രാർത്ഥനയാണ്. ഇതൊരു കോടതിയുടെ മുൻപാകെ അപേക്ഷിക്കുന്ന അപേക്ഷയാണ് ഈ ക്ഷമിച്ചു തരണമേ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവിക കോടതി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞത്, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു ന്യായവിസ്താര സഭയുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലോ തീയതാകിലോ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടി വരും. ദാനിയേൽ പ്രവചനത്തിൽ പറയുകയാണ്, ഇതാ ഞാൻ ഒരു സിംഹാസനം കണ്ടു. ആ സിംഹാസനത്തിൽ നിന്നൊരു അഗ്നിനദി ഒഴുകുന്നു. 1000 പേർ അവന് ശുശ്രൂഷിച്ചു. 10,000 പേർ അവന് ചുറ്റും നിന്നു. ഓരോരുത്തർക്കും അവരവരുടെ ന്യായവിധി ഉണ്ടായി. പുരാതനനായവന്റെ അടുക്കലേക്ക് മേഘങ്ങളിൽ അത്യുന്നതനായവൻ കടന്നു വന്നു. അത് ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം. അനന്തരം ന്യായാസനങ്ങളെ ഞാൻ കണ്ടു, പുസ്തകങ്ങളെ തുറന്നു. മരിച്ചവർക്ക് അവരവരുടെ പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. ആകയാൽ ഗോഡ് ഈസ് എ ജഡ്ജ്. ദൈവത്തിന്റെ കോടതി എന്ന് പറയുന്ന പരമോന്നതമായ ഒരു കോടതിയുണ്ട്. ആ കോടതിയുടെ മുമ്പിൽ, ആ കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വാക്യമാണ് നീതീകരിക്കപ്പെടുക എന്നുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ ഞാനൊരു ഭാഗം നിങ്ങളോട് പറയാം. ഭക്തനായിരിക്കുന്ന ദാവീദിന്റെ ജീവിതത്തിൽ ബേത്ശേബയുമായി ബന്ധപ്പെട്ട പാപം സംഭവിച്ചു. പാപം സംഭവിച്ചപ്പോൾ നാഥാൻ പ്രവാചകൻ അവിടെ കയറി ചെന്ന് ആ ദാവീദിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്തിനാ പാപം ചെയ്തത്? നിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടില്ലേ? നിനക്ക് ദൈവം മുമ്പാകെ നിൽക്കാൻ കഴിയുമോ? ഇതൊന്നുമല്ല ചോദിച്ചത്. യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ നീ കാരണമുണ്ടാക്കിയതെന്ത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കോടതിയിൽ നിനക്കെതിരെ ഒരു ലീഗൽ ക്ലോസ് പിശാചിന് നീ കൊടുത്തതെന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. ഒരു ലീഗൽ ക്ലോസ് കിടക്കും സഹോദരങ്ങളെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപം കിടന്നാൽ ദൈവം അത് ക്ഷമിച്ചാൽ പിശാച് അതിനെ ഉയർത്തിക്കൊണ്ട് ചെല്ലും. മോശയുടെ ശരീരത്തിന്റെ ഉദ്ധാനത്തിന് വേണ്ടി ദൂതന്മാർ നെബോ പർവ്വതത്തിന്റെ ഉയരത്തിലെ പിസ്ഗാ കൊടുമുടിയിൽ ഇറങ്ങി വരുമ്പോൾ അവിടെ പിശാച് കയറി വന്ന് വാദിച്ചു എന്നാണ് പറയുന്നത്. യോശുവ എന്ന മഹാപുരോഹിതൻ ദൈവസിംഹാസനത്തിനും ദൂതനും അരികത്തു നിൽക്കുമ്പോൾ തൻ്റെ വസ്ത്രത്തെ ചൊല്ലി പിശാച് വാദിച്ചു, കുറ്റം ചുമത്തി എന്നാണ് പറയുന്നത്. എവിടെയാണ് കുറ്റം ചുമത്തുന്നത്? എവിടെയാണ് വാദഗതി നടത്തുന്നത്? അതൊരു കോടതിയുടെ മുൻപാലാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ മറന്നതോ നമ്മൾ ഓർക്കാതെ പോയതുമായ പാപങ്ങളെ പിടിച്ചുകൊണ്ട് പൈശാചിക ദൂതന്മാർ ദൈവത്തിൻ്റെ കോടതിയിൽ ഒരു ലീഗൽ ക്ലോസ് എടുത്തിടോ. ആ ലീഗൽ ക്ലോസ് ക്യാൻസൽ ചെയ്യപ്പെടണോ? ഞാനൊരു ഭാഗം നിങ്ങളുടെ അടുക്കൽ പറയാം. അതിൻ്റെ ആഴം മനസ്സിലാക്കി
മനസ്സിലാക്കുവാൻ, യോസേഫും ബെന്യാമീനും സഹോദരങ്ങളാണ്. യോസേഫ് തൻ്റെ 11 സഹോദരന്മാരിൽ ഏറ്റവും സ്നേഹിച്ചത് തൻ്റെ അമ്മയുടെ ഏകോദര സഹോദരനായിരിക്കുന്ന ബെന്യാമീനെയാണ്. എന്നാൽ ബെന്യാമീനെയും കൂട്ടി മിസ്രൈമിൽ കടന്നു വന്ന് തിരികെ പോകുമ്പോൾ യോസേഫ് താൻ ഭക്ഷിക്കുന്ന മുഖം നോക്കുന്ന തൻ്റെ പാത്രം എടുത്ത് എന്ത് ചെയ്തു? ബെന്യാമീൻ്റെ ചാക്കിനകത്ത് വെച്ചു. വഴിയിൽ വെച്ച് മിസ്രൈമ്യ പട്ടാളം വന്ന് വഴി തടഞ്ഞു നിർത്തി. ഓരോരുത്തരുടെയും ചാക്കിൻ്റെ കെട്ടഴിച്ചു. ബെന്യാമീൻ്റെ ചാക്കിൽ ഒരു പാത്രം കണ്ടു. ബെന്യാമീൻ ആരായി തീർന്നു? ബെന്യാമീൻ കള്ളനായി തീർന്നു. അവരുടെ മുഴുവൻ ഉള്ളം തളർന്നു. ബെന്യാമീനെ കള്ളനായി യോസേഫിന്റെ മുമ്പിൽ കൊണ്ടുവന്ന്, മിസ്രൈമ്യ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന്, ഒരുപക്ഷെ കൈകൾ കെട്ടപ്പെട്ടവനായി ഒരു കുറ്റവാളിയെ പോലെ ബെന്യാമീനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എന്നാൽ തന്നെത്താൻ അടക്കാൻ കഴിയാതെ യോസേഫ് അകത്തുപോയി കരഞ്ഞുവെന്ന് നമുക്ക് കാണുവാൻ കഴിയാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, എന്തിനാ കർത്താവേ യോസേഫ് ബെന്യാമീനോട് ഈ ക്രൂരത ചെയ്യുന്നത്? ഇതൊക്കെ സ്നേഹമാണോ? എന്നാൽ ഒരു രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കതിൻ്റെ മർമ്മം വെളിപ്പെടുത്തി തന്നു. യോസേഫിനൊരു കാര്യം അറിയാം. ഈ യോസേഫിൻ്റെയും ബെന്യാമീൻ്റെയും അമ്മ ഒരിച്ചിരി മിടുക്കിയായിരുന്നു. അവൾ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോരുമ്പോൾ അപ്പൻ്റെ ഗ്രഹബിംബം മോഷ്ടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അവളുടെ സാമാനങ്ങളുടെ ഇടയിൽ ഒട്ടകക്കൊപ്പുകൾ കടയിൽ അവൾ അതിനെ ഒതുക്കി വെച്ചിട്ട് അവളുടെ അപ്പൻ്റെ അടുക്കൽ കള്ളം പറഞ്ഞു, എൻ്റെ കയ്യിൽ അതില്ല എന്ന്. യോസേഫിനൊരു കാര്യം അറിയാം, അമ്മ പറഞ്ഞ കള്ളം അത് ഞങ്ങളുടെ മേൽ കിടക്കുമെന്ന്. ആ കള്ളത്തിന്റെ ശാപമാണ് യോസേഫ് പൊത്തീഫറിന്റെ വീട്ടിൽ അനുഭവിച്ചത്. ചെയ്യാത്ത കുറ്റത്തിന് യോസേഫ് പൊത്തീഫറിന്റെ വീട്ടിൽ ആക്ഷേപിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ ഒരു നാൾ യോസേഫിന്റെ ആത്മമണ്ഡലത്തിൽ യോസേഫ് കണ്ടോ, വൈ ദീസ് സഫറിങ്സ്, എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത്? യോസേഫിനൊരു കാര്യം മനസ്സിലായി, എൻ്റെ അമ്മ ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് എൻ്റെ തലമുറയായി സാത്താൻ വന്ന് എൻ്റെ അമ്മ കള്ളിയാണെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ബെന്യാമീൻ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ യോസേഫിനൊരു കാര്യം അറിയാം, റാഹേലിൻ്റെ ഉദരത്തിൽ കിടന്ന് എൻ്റെ മേൽ ശാപമുണ്ടായിരുന്നെങ്കിൽ ബെന്യാമീൻ്റെ മേൽ എത്രയധികം ശാപമുണ്ടായിരിക്കുക. ആകയാൽ ബെന്യാമീനെ നോക്കിയിട്ട് യോസേഫ് മനസ്സിൽ പറഞ്ഞു, കുഞ്ഞേ, ഞാനൊരു മിസ്രൈമിന്റെ വീട്ടിലാണ് കള്ളനായത്. ആകയാൽ നീ വേറെ ഒരിടത്ത് കള്ളനാവുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിന്റെ ശാപം മാറിപ്പോകേണ്ടതിന്, നീ നീതീകരിക്കപ്പെടേണ്ടതിന് ഞാനൊരു കാര്യം ചെയ്യാ. നീ ഒരു കുറ്റവാളിയെ പോലെ എൻ്റെ കോടതിയുടെ മുമ്പാകെ നിൽക്കട്ടെ. ഞാൻ ജഡ്ജായിട്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നീ വന്ന് നിൽക്കട്ടെ. നിന്റെ മേൽ നിന്ന ശാപം മാറിപ്പോകട്ടെ. ആകയാൽ കുറ്റവാളിയെ പോലെ ബെന്യാമീൻ യോസേഫിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ യോസേഫ് സങ്കടത്തോടെ അകത്തുപോയി പൊട്ടിക്കരഞ്ഞു. എൻ്റെ അമ്മ കാണിച്ച കള്ളത്തരത്തിന് ഞാൻ അനുഭവിച്ചു, പക്ഷേ എൻ്റെ കുഞ്ഞനുജൻ എൻ്റെ ബെന്യാമീൻ അനുഭവിക്കരുത്. വാസ്തവത്തിൽ യോസേഫ് ബെന്യാമീനെ അവിടെ നീതീകരിക്കുകയായിരുന്നു. അതാണ് ശലോമോൻ പറഞ്ഞത്, ജ്ഞാനമോ തൻ്റെ സകല പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ചെയ്ത പാപങ്ങൾ ദൈവം ക്ഷമിച്ചു എന്നുള്ളതൊരു ഭാഗം. പക്ഷേ അതിൻ്റെ മേലൊരു സൈറ്റനിക് ക്ലോസ് കിടക്കും. നീതീകരിക്കപ്പെടണം. ആ നീതീകരണത്തെ കർത്താവായ യേശു തൻ്റെ രക്തത്താൽ ചെയ്തുവെന്നാണ് പറയുന്നത്. തൻ്റെ രക്തത്താൽ അത് ചെയ്തു. അതുകൊണ്ടാണ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ, അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തിനെ മായിച്ചു. കണ്ടോ, അതിക്രമങ്ങൾ ചെയ്യുമ്പോൾ ചട്ടപ്രകാരം നമുക്ക് വിരോധമായിട്ട് എന്ത് ചെയ്തു? ഒരു കൈയെഴുത്തും അയക്കപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വാഹനങ്ങളിലേക്ക് തന്നെ കടന്നു വരാം. ഞാനിതുവഴി 95 മൈൽ സ്പീഡിൽ വാഹനം ഓടിച്ചു പോയി കഴിഞ്ഞാൽ ചട്ടപ്രകാരം AI ക്യാമറയിൽ എൻ്റെ മേലൊരു ഫൈൻ അടച്ചിട്ട് പരിവാഹൻ സൈറ്റിൽ, കേരളത്തിൻ്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ എൻ്റെ വണ്ടി ബ്ലാക്ക് ലിസ്റ്റിൽ പേര് കിടക്കും. എന്നാൽ ആരെങ്കിലും ഒരാൾ കൊണ്ടുപോയി എൻ്റെ വണ്ടി നമ്പറിൽ അതിൻ്റെ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് എൻ്റെ വണ്ടിയുടെ പേര് വെട്ടി
വെളിയിലിറക്കും. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? സ്തോത്ര. ഇതാണ് കർത്താവ് നീതീകരണത്തിൽ കൂടെ ചെയ്യുന്നത്. ആമേൻ, ആമേൻ. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്തിനെ കർത്താവ് മായിച്ചു. കർത്താവ് ചെന്ന് പിശാചിന്റെ കമ്പ്യൂട്ടറിൽ കയറി അവിടെ എഴുതിയിട്ടിരുന്ന എൻ്റെ പേരിനെ മായിച്ചു. അത് മായ്ക്കാനുള്ള പാസ്വേഡ് യേശുവിൻ്റെ രക്തത്തിനകത്ത് വെളിപ്പെട്ടു വന്നു. ഇന്ന് രാത്രികാല യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ every satanic claim നിനക്കും നിന്റെ തലമുറകൾക്കുമെതിരായി, നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കുമെതിരായി പിശാച് വാദിക്കുന്ന എല്ലാ സൈറ്റനിക് ക്ലെയിമുകളോ ഇന്ന് രാത്രി യേശുവിന്റെ രക്തം ചൊല്ലി ശാസിച്ച് അഭിഷേകമുള്ള ദൈവജന ചില കരിയറുകൾക്ക് നേരെ, ചില പ്രൊഫഷനുകൾക്ക് നേരെ, ചില ജീവിതങ്ങൾക്ക് നേരെ ഉയർന്നു നിൽക്കുന്ന സൈറ്റനിക് ക്ലെയിമുകൾ, പൈശാചിക വാദഗതികൾ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന് മുൻപാകെ അത് ശാസിക്കപ്പെടട്ടെ. All the satanic claims, ദൈവജനത്തിനെതിരായ സൈറ്റനിക് ക്ലെയിംസ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് തകർക്കപ്പെടട്ടെ. All the satanic claims, all the satanic claims ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നീതീകരണത്തിൻ്റെ പ്രത്യേകത ആ വാക്യത്തിൽ പറയുകയാണ്. നീതീകരിക്കപ്പെട്ട ശേഷമോ നാം എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ, to be in the favor of God, we must have been justified with the blood of Christ. Sanctification through blood of Christ, justification through blood of Christ. ഇത് രണ്ടും സമാന്തരമായി നടക്കേണ്ടതാണ്. ഒരു സക്രമെന്റൽ, ഒരു 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 പൗരോഹിത്യ ആലയപദമാണ് ശുദ്ധീകരണമെങ്കിൽ ഒരു കോടതി പദമാണ് നീതീകരണം. ഇത് രണ്ടിനകത്തും ദൈവാലയത്തിൽ വിശുദ്ധന്മാരും ദൂതന്മാരും മൂപ്പന്മാരും സ്വർഗീയ ശരീരങ്ങളുമൊക്കെയാണ്. അവരുടെ മുമ്പാകെ നാം തേജസ്കരിക്കപ്പെട്ടു നിൽക്കണമെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം. എന്നാൽ നമുക്കെതിരെ നിരന്തരം കുറ്റാരോപണം നടത്തുന്ന ഒരു പൈശാചിക മണ്ഡലം ദൈവിക കോടതിയിലുണ്ട്. അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണമെങ്കിൽ, അതിൽ നമ്മൾ ജയം പ്രാപിക്കണമെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെടണം. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ ഭയപ്പെടരുത്. ഒരു സൈറ്റനിക് ക്ലെയിമും നിങ്ങളുടെ മേൽ കിടക്കത്തില്ല. യേശുവിൻ്റെ രക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കണം. കൺഫസ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെ കൺഫസ് ചെയ്താട്ടെ. യേശുവിൻ്റെ രക്തത്തെ ഏറ്റുപറഞ്ഞാട്ടെ. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം ഇന്ന് രാത്രി, ആ രക്തം എനിക്ക് വേണ്ടി എൻ്റെ കോടതിയിൽ എനിക്കെതിരെ പിശാച് വാദഗതി ഉയർത്തുമ്പോൾ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഹാബേലിൻ്റെ രക്തം എന്താണ് സംസാരിച്ചത്? ഇവനെ ശിക്ഷിക്കണം, ഇവന് പ്രതികാരം ചെയ്യണം. എന്നാൽ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി യേശുവിൻ്റെ പുണ്യാഹ രക്തം എന്താണ് സംസാരിക്കുന്നത്? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ, ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതേ. സ്തോത്രം. കണ്ടോ, യേശുവിൻ്റെ രക്തം ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരുന്നു. യേശുവിൻ്റെ രക്തം നീതീകരണത്തിലേക്ക് കൊണ്ടുവരുന്നു. We must confess the blood of Christ. ഞാൻ മുമ്പോട്ട് പോകാം. മൂന്നാമതായി യേശുവിൻ്റെ രക്തത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. സങ്കീർത്തനങ്ങളിലേക്ക് വരുമ്പോൾ പറയുക, നീ പണ്ടേ സമ്പാദിച്ച നിന്റെ സഭ. ആകയാൽ യേശുവിൻ്റെ രക്തത്താൽ നമ്മെ സമ്പാദിച്ചുവെന്ന് പറഞ്ഞാൽ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ പർച്ചേസിംഗ് പ്രൈസ് ഓഫ് ദ ചർച്ച്. സഭയ്ക്ക് കൊടുക്കപ്പെട്ട വിലയാണ് യേശുവിൻ്റെ രക്തം. സഭയ്ക്ക് കൊടുക്കപ്പെട്ട വിലയാണ് യേശുവിൻ്റെ രക്തം.
അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് പുസ്തകം വാങ്ങുവാനും തുറക്കുവാനും മുദ്രകളെ പൊട്ടിപ്പാനും യോഗ്യരെന്ന് ആരാധിക്കുമ്പോൾ ആരാധിക്കുന്നതിൻ്റെ ആരാധനയിൽ പുസ്തകം വാങ്ങുന്നതിനെക്കാട്ടിലും മുദ്രകളെ പൊട്ടിപ്പാനും അധികാരമുള്ളതിനെക്കാട്ടിലുമൊക്കെ അവിടെയും അവർ ഉയർത്തി ആരാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം 5:9 പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ. എന്താണ് കാരണം? കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിനായി നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തം നമ്മളെ വിലയ്ക്ക് വാങ്ങി. പുറമ്പോക്കിൽ കിടന്ന ഒരു വിലയുമില്ലാതിരുന്ന നമ്മെ കർത്താവ് വില കൊടുത്ത് നമ്മുടെ മുകളിൽ ഒരു ബോർഡ് വെച്ചു. ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ്, ഇതെൻ്റെ അവകാശമാണെന്ന്. ആമേൻ. ദൈവത്തിൻ്റെ സമ്പാദ്യമായി മാറ്റപ്പെട്ടോ. ആമേൻ. ദൈവം അതിന് വേലി കെട്ടി, ദൈവം അതിന് കാവല് വെച്ചു. ദൈവം വില കൊടുത്ത് സമ്പാദിച്ച യേശുവിൻ്റെ രക്തം നമ്മളെ ആരാക്കി തീർത്തു? ദൈവത്തിൻ്റെ വകയാക്കി തീർത്തു. ആമേൻ. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, എൻ്റെ ദൈവമേ എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലേ എന്ന്. പക്ഷെ നമ്മൾ അങ്ങനല്ല പറയുന്നത്. എനിക്ക് ചോദിക്കാനും പറയാനും ഒരുത്തൻ സ്വർഗത്തിലുണ്ടെന്ന്. എന്താ നമ്മുടെ ഉറപ്പെന്നറിയാവോ? നമ്മളെ കർത്താവ് വാങ്ങിയിട്ടതാ. ഇത് കമ്പനിയുടെ പ്രോപ്പർട്ടിയാ, ഇത് കമ്പനിയുടെ അവകാശമാണ്. എൻ്റെ സഹോദരങ്ങളെ, വലിയ എസ്റ്റേറ്റുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബോർഡ് വെച്ചേക്കുന്നത് കാണാം. ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു സോ ആൻഡ് സോ. ഇത് ഇന്നാരുടെ പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് കയറി 2 ചുള്ളിലൊക്കെ കൊണ്ടുപോയാൽ, അതിനകത്ത് കയറി 2 ഒട്ടുകറയൊക്കെ എടുത്ത് അവർ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ അതിൻ്റെ വേലി പൊളിക്കാൻ ചെന്നാൽ, അതിൻ്റെ അതിരുമാന്താൻ ചെന്നാൽ, അതിൻ്റെ മരം വെട്ടാൻ ചെന്നാൽ വിവരം അറിയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിന്റെ പറമ്പിൽ നിന്ന് 4 ചുള്ളിലെടുത്തോണ്ട് പോയാ, നിന്റെ ജീവിതത്തിൽ നിന്ന് ചില ചുള്ളിലെടുത്തോണ്ട് പോയാ തമ്പുരാൻ മിണ്ടാതിരുന്നേക്കാ. പക്ഷെ നീ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാ. ആമേൻ. അതിനെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. അതിന്റെ കാരണം എന്താണ്? യേശുവിന്റെ രക്തമാണ്. റോമാലേഖനം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വായിക്കേണ്ട യഹൂദൻ്റെ വൈശിഷ്ട്യങ്ങളെയാണ് പറയുന്നത്. ആ യഹൂദൻ്റെ വൈശിഷ്ട്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവരാണ് ദൈവത്തിനുള്ളവർ. അവരെങ്ങനെയാ ദൈവത്തിനുള്ളവരായത്? അവർ ദൈവത്തിനുള്ളവരായതിൻ്റെ കാരണം അവർ പറയും, ഞങ്ങൾക്കൊരു വലിയപ്പച്ചനുണ്ടായിരുന്നു. ആ അപ്പച്ചൻ്റെ പേര് അബ്രഹാം എന്നാണ്. താൻ അന്നത്തെ കാലത്ത് ഏറ്റവും സാംസ്കാരിക പട്ടണമായ മെസ്സപ്പൊട്ടോമിയയിൽ ജീവിച്ചിരുന്നവനാണ്. പക്ഷെ ദൈവത്തിൻ്റെ വാക്കുകേട്ട് മെസ്സപ്പൊട്ടോമിയയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലെത്തി അവിടെ നിന്ന് കർത്താവ് പറഞ്ഞ വഴിയിലൊക്കെ നടന്നവനാ. ഞങ്ങളുടെ വലിയപ്പച്ചൻ ദൈവത്തെ സേവിച്ചതാ, അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. വലിയപ്പച്ചൻ്റെ പാരമ്പര്യത്തിൽ അവർ ദൈവത്തിൻ്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. പക്ഷേ എനിക്കും നിങ്ങൾക്കും അങ്ങനെ പറയാനൊരു പാരമ്പര്യവുമില്ലായിരുന്നു. വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിനകത്ത് നമ്മൾ കിടക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ പിതാക്കന്മാരിൽ ആരും ദൈവവുമായിട്ടൊരു ബന്ധവുമുള്ളവരായിരുന്നില്ല. അന്യദൈവങ്ങളെ ആരാധിച്ച്, കല്ലിനെയും മരത്തെയും മണ്ണിനെയും ആരാധിച്ച്, മൂട ദൈവങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച അറിവില്ലാത്തവരായിരുന്നു നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ. നമുക്കെങ്ങനെ ദൈവത്തിൻ്റെ വകയായി തീരാൻ കഴിയോ? നമ്മൾ ദൈവത്തിന് എന്തേലും കൊടുത്തിട്ടുണ്ടോ? ഇസ്രായേൽ പറയുക, ഞങ്ങളെ ദൈവം പോറ്റാൻ ബാധ്യസ്ഥനാ. കാരണം ദൈവവും ദൂതന്മാരും വന്നപ്പോൾ എൻ്റെ വലിയപ്പച്ചൻ മരത്തണലിലിരുത്തി അവർക്ക് അപ്പവും ഇറച്ചിയും കൊടുത്തതാ. അതുകൊണ്ട് ഞങ്ങളെ പോറ്റാൻ ദൈവത്തിന് കടമുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് നിങ്ങൾക്ക് ഒന്നും പറയാനില്ല. ആകയാൽ ദൈവം എന്ത് ചെയ്യുകയാണ്? തൻ്റെ പുത്രനായ യേശുവിനെ നൽകി രക്തം കൊടുത്ത് വിലക്കെടുത്തിട്ട് പറയുകയാണ്, നീ എൻ്റെ വകയാണ്, നീ എൻ്റെ പൊസഷനാണ്. അബ്രഹാമിൻ്റെ സന്തതിയായ യഹൂദനും ഇസ്രായേലിനും പറയുവാൻ കഴിയുന്നതിനെക്കാട്ടിലും വലിയൊരവകാശം യേശു തൻ്റെ രക്തത്താൽ സമ്പാദിച്ച സഭ.
നമ്മൾ ക്രിസ്തുവിൻ്റെ പൊസഷനാ, നമ്മൾ ക്രിസ്തുവിൻ്റെ സമ്പാദ്യമാണ്. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ നമ്മൾ കമ്പനിയുടെ പ്രോപ്പർട്ടിയാണെന്നേ. നമ്മൾ കമ്പനിയുടെ പ്രോപ്പർട്ടിയാ. ആമേൻ. ഇതിനെ ചൊറിയാൻ കമ്പനി സമ്മതിക്കത്തില്ല. ഒരു വലിയ ട്രസ്റ്റ് നമുക്കുണ്ടാകണം. യേശുവിൻ്റെ രക്തത്തിനകത്ത് കയറുമ്പോൾ നമുക്കുള്ള ഒരു വലിയ ധൈര്യം ഇതാ. എന്താണ്? ഞാനിന്ന് അനാഥനല്ല, എനിക്കൊരു യജമാനനുണ്ട്, എൻ്റെ മേലൊരു മുദ്ര ഇട്ടിട്ടുണ്ട്. യേശുവിൻ്റെ രക്തം ഇത് എൻ്റേതെന്നുള്ളതാണ്. മിസ്രൈമ്യ ദേശത്ത് ഗോശേൻ്റെ ഗ്രാമത്തിൽ ഓരോ വീടിൻ്റെ മുകളിലും രക്തം തളിച്ചിരുന്നോ. ആ രക്തം കാണുമ്പോൾ സംഹാരദൂതൻ ഒരു കാര്യം മനസ്സിലാകും. ഇതിനകത്ത് താമസിക്കുന്നവൻ വിശുദ്ധനെന്നല്ല, ഇതിനകത്ത് താമസിക്കുന്നവൻ പ്രാർത്ഥനാക്കാരനെന്നല്ല, ഇതിനകത്ത് താമസിക്കുന്നവൻ പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളവനെന്നല്ല. ഒരൊറ്റ കാര്യം, ഇത് ദൈവത്തിൻ്റെ വീടാ, ഇത് ദൈവത്തിൻ്റെ വകയാ. ഇതിനകത്ത് താമസിക്കുന്നവൻ ആരായിരുന്നാലും ഇത് ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാ. ഇതിനകത്ത് കയറാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നോഹയുടെ ജലപ്രളയത്തിങ്കൽ ഒരു പെട്ടകത്തിനകത്ത് എല്ലാവരും സംരക്ഷിക്കപ്പെട്ടോ. എരിഹോവ് തകർക്കപ്പെടുമ്പോൾ ഒരു വീടിനകത്ത് എല്ലാവരും സംരക്ഷിക്കപ്പെട്ടു. ഇതുപോലെ യേശുവിൻ്റെ രക്തത്തിനകത്ത് ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയായി സംരക്ഷിക്കപ്പെടുകയാണ്. കണ്ടോ? യേശുവിൻ്റെ രക്തം നമ്മളെ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടി ആക്കുകയാണ്. യേശുവിൻ്റെ രക്തത്തെ കൺഫസ് ചെയ്യണം. യേശുവിൻ്റെ രക്തത്തെ ആവർത്തിച്ച് അതിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കണം. യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തിൻ്റെ വകയാ. ഞാൻ ദൈവത്തിൻ്റെ വകയാ. അതരം തുറന്ന് രക്തത്തിൽ ആശ്രയിക്കുന്നവർ പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ വകയാ. എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വകയാ, എൻ്റെ വീട് ദൈവത്തിൻ്റെ വകയാ, എൻ്റെ വാഹനങ്ങൾ ദൈവത്തിൻ്റെ വകയാ, എൻ്റെ തലമുറകൾ ദൈവത്തിൻ്റെ വകയാ. കാരണം യേശുവിൻ്റെ രക്തത്താൽ വിലക്കെടുക്കപ്പെട്ടതാണ് ഞങ്ങൾ വിലക്കെടുക്കപ്പെട്ടവരാകയാൽ ഞങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, ഞങ്ങൾ ക്രിസ്തുവിനുള്ളവരത്രേ, ഞങ്ങൾ ദൈവത്തിനുള്ളവരത്രേ. വി ബിലോങ് ടു ക്രൈസ്റ്റ്. സ്തോത്രം. യേശുവിൻ്റെ രക്തത്തിൻ്റെ 3 ഭാഗങ്ങളെ ഞാൻ പറഞ്ഞു. സമയം വേഗത്തിൽ പോകുന്നു. ഞാൻ 4ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരാം. 1-2 ഭാഗങ്ങളെ തൊട്ട് മുമ്പോട്ട് പോകാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ യേശുവിൻ്റെ രക്തത്തെ ഇങ്ങനെയാണ് പറയുന്നത്: നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? കമ്മ്യൂണിയൻ ഓഫ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ബന്ധമുണ്ടല്ലോ ദൈവവുമായി. ആ രക്തത്തിൻ്റെ കമ്മ്യൂണിയൻ നമ്മളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നു. യേശുവിൻ്റെ രക്തം നമുക്കൊരു അനുഗ്രഹത്തെ തരുന്നു. ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ്, ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ് വിച്ച് വി ബ്ലസ്. ആമേൻ. നമ്മളുടെ പക്കൽ ഒരു അനുഗ്രഹത്തിൻ്റെ പാത്രമുണ്ട്, നമ്മൾ വാഴ്ത്തുന്ന അനുഗ്രഹത്തിൻ്റെ പാത്രം. ഈ ബ്ലസ് എന്ന് പറയുന്ന വാക്കിന് 2 തലങ്ങളുണ്ട്. ഓ ലോഡ് വി ബ്ലസ് ദീ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. ലോഡ് ബ്ലസ് അസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് പറയും. അപ്പം ബ്ലസ് എന്ന വാക്കിന് വാഴ്ത്തുക എന്നും അനുഗ്രഹിക്കുക എന്നും 2 വാക്കുണ്ട്. അകൽ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം എന്നല്ല, അതിൻ്റെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ വാഴ്ത്തി സ്തുതിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു അനുഗ്രഹപാത്രമില്ലേ, ആ അനുഗ്രഹപാത്രം യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ് വിച്ച് വി ആർ പ്രൗഡ് ഓഫ്. നമ്മൾ അഭിരമിക്കുന്ന, നമ്മൾ അഭിമാനിക്കുന്ന, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു അനുഗ്രഹപാത്രമില്ലേ, ഈ അനുഗ്രഹപാത്രം യേശുവിൻ്റെ രക്തമാണെന്ന്. ഹോലി സ്പിരിറ്റ്, യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ. The cup of blessing which we bless is the communion of the blood of Christ. ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കമ്മ്യൂണിയനാണ് നാം സ്തുതിക്കുന്ന നമ്മുടെ അനുഗ്രഹപാത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ വീടിൻ്റെ അനുഗ്രഹപാത്രം, നിന്റെ വ്യക്തിത്വത്തിൻ്റെ അനുഗ്രഹപാത്രം, നിന്റെ ഭാവിയുടെ അനുഗ്രഹപാത്രം, നിന്റെ ശുശ്രൂഷയുടെ അനുഗ്രഹപാത്രം, അത് യേശുവിൻ്റെ രക്തവുമായി നിനക്കുള്ള കമ്മ്യൂണിയനാണ്.
Amen. How much communion you have with the blood of Christ. എത്രത്തോളം യേശുവിൻ്റെ രക്തവുമായി എനിക്കും നിങ്ങൾക്കും കമ്മ്യൂണിയൻ ഉണ്ടോ, യേശുവിൻ്റെ രക്തവുമായി കൂട്ടായ്മ എത്രത്തോളം എനിക്കും നിങ്ങൾക്കുമുണ്ടോ, അത്രത്തോളം നമ്മളുടെ പക്കൽ വലിയ ഒരു അനുഗ്രഹപത്രം ഉണ്ടായിരിക്കുക. ഡു യു വാണ്ട് ടു ബി ബ്ലെസ്ഡ്? നീ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നോ? യു മസ്റ്റ് ഹാവ് എ കമ്മ്യൂണിയൻ വിത്ത് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ രക്തവുമായി നിനക്ക് ബന്ധമുണ്ടാകുമ്പോൾ നിന്റെ കയ്യിൽ ഒരു പാനപാത്രം തരികയാണ്. അത് ശാപത്തിൻ്റെ പാത്രമല്ല, അത് രോഗത്തിൻ്റെ പാത്രമല്ല, അത് പരിഭ്രമത്തിൻ്റെ പാത്രമല്ല, അതൊരു അനുഗ്രഹത്തിൻ്റെ പാത്രമാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന എൻ്റെ ദൈവജനത്തോട്, അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ അടുക്കൽ ഞാൻ പറയുകയാണ്, ബ്ലസ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ രക്തത്തെ നിങ്ങൾ സ്നേഹിക്കുക. യു മസ്റ്റ് ഹാവ് ദ കമ്മ്യൂണിയൻ വിത്ത് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് രാത്രി ഞാൻ പരമാർത്ഥമായി നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് പകൽ എത്ര പ്രാവശ്യം നിങ്ങൾ യേശുവിൻ്റെ രക്തത്തെ ഏറ്റുപറഞ്ഞോ? ഈ ദിവസങ്ങളിൽ നിങ്ങൾ എത്ര നേരം യേശുവിൻ്റെ രക്തത്തെ ഏറ്റുപറഞ്ഞോ? We must have a communion with the blood of Christ. ക്രിസ്തുവിൻ്റെ രക്തവുമായി നമുക്കൊരു കമ്മ്യൂണിയൻ വേണോ? നമ്മുടെ അധരങ്ങളിൽ യേശുവിൻ്റെ രക്തം പറയണോ? നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ യേശുവിൻ്റെ രക്തം പറയണോ? നമ്മുടെ ആരാധനകളിൽ യേശുവിൻ്റെ രക്തം പറയണോ? നമ്മുടെ യുദ്ധങ്ങളിൽ യേശുവിൻ്റെ രക്തം പറയണോ? ഇന്ന് ദൈവസഭയ്ക്കകത്ത് അനേകര് തിരുമേശയിൽ നിന്ന് പോലും മാറി നിൽക്കുകയാ. അലാചര പ്രൗഢമാനിയ, യു ലോസ്റ്റ് ദ കമ്മ്യൂണിയൻ വിത്ത് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. തിരുമേശയിൽ നേരെ കൈനീട്ടാൻ കഴിയാതെ, തിരുമേശയിൽ പങ്കുകൊള്ളാൻ കഴിയാതെ നീ മാറി നിൽക്കുമ്പോൾ യു ആർ ലൂസിംഗ് ദ ഫെലോഷിപ്പ്, യു ആർ ലൂസിംഗ് വിത്ത് ദ കമ്മ്യൂണിയൻ വിത്ത് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് രാത്രി ഒരു തിരുത്തൽ ആവശ്യമാണ്. We must have a close relation, a close communion with the blood of Christ. യേശുവിൻ്റെ രക്തവുമായി ആമേൻ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്ര ക്രിസ്തുവിൻ്റെ രക്തവുമായി നമുക്കുള്ള കൂട്ടായ്മയല്ലയോ? പാസ്റ്റർമാരുമായി കൂട്ടായ്മ ഉണ്ടാകണം, കുടുംബക്കാരുമായി കൂട്ടായ്മ ഉണ്ടാകണം, വിശ്വാസികളായി കൂട്ടായ്മ ഉണ്ടാകണം, എല്ലാവരുമായും കൂട്ടായ്മ ഉണ്ടാകണം. പക്ഷേ അതിലൊക്കെ ഉപരിയായി യേശുവിൻ്റെ രക്തവുമായി നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടാകണം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ രക്തവുമായി കൂട്ടായ്മയുണ്ടോ? ന്യായപ്രമാണം നൽകിയപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ യാതൊരു മൃഗത്തിൻ്റെയും രക്തത്തെ എന്ത് ചെയ്യരുത്? കുടിക്കരുത്. യാതൊരു മൃഗത്തിൻ്റെയും രക്തം നിങ്ങളുടെ വായ്ക്കകത്തു ചെല്ലരുത്. എന്തിനു വേണ്ടിയാ ദൈവം ഇത് പറഞ്ഞത്? എന്തിനു വേണ്ടിയാ കർത്താവ് ഇത് പറഞ്ഞത്? ശ്വാസം മുട്ടിച്ചത്തതിനെ നീ തിന്നരുത്, കാരണം അതിനകത്ത് രക്തം കലരും. അറുത്തുകളഞ്ഞ് രക്തം വാർന്നതിനെ മാത്രമേ തിന്നാവൂ, കാരണം നിന്റെ വയറ്റിൽ രക്തം കയറരുത്. കാരണം നിന്റെ അധരത്തിൽ ഒരു നാളിൽ യേശുവിൻ്റെ രക്തം കയറാനുള്ളതാണ്. ശ്വാസം മുട്ടിച്ചത്തതിനെ, രക്തം കലർന്നതിനെ തിന്നുന്നവന് യേശുവിൻ്റെ രക്തത്തെ കുടിപ്പാൻ അവകാശമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ആമേൻ, ഭൂതങ്ങളുടെ പാനപാത്രവും കർത്താവിൻ്റെ പാനപാത്രം കൂടെ ഒരുത്തന് ആമേൻ ഈക്വൽ കമ്മ്യൂണിയൻ യു മസ്റ്റ് നോട്ട് ഹാവ്, യു കനോട്ട് ഹാവ്. ആകയാൽ ടു ഹാവ് എ കമ്മ്യൂണിയൻ വിത്ത് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ രക്തവുമായി ഒരു കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ ദ ഫസ്റ്റ് പാർട്ട് വി മസ്റ്റ് ഹാവ് എ സെപ്പറേഷൻ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വേർപാടില്ലാതെ യേശുവിൻ്റെ രക്തവുമായി നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകത്തില്ല. ജീസസ്, ഞാൻ വെറുതെ ഒരു വിടുതൽ പ്രസംഗിച്ചിട്ട് പോയാൽ, ഒരു ഉണർവിനകത്ത് നിങ്ങളെ ഓടിച്ചു വിട്ടാൽ 1 മണിക്കൂർ സമയം കടന്നു പോയേക്കും. പക്ഷെ നിരന്തരമായി നിൽക്കുന്ന ചില സത്യങ്ങളെ പറയുവാൻ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് എന്നെ കർശനമായി പ്രേരിപ്പിക്കുകയാണ്. We must have a separation to the world and we must have a communion with the blood of Christ.
ക്രിസ്തുവിൻ്റെ രക്തവുമായി നമുക്കൊരു കൂട്ടായ്മ വേണം. ഫോർ ദാറ്റ് വി മസ്റ്റ് ഹാവ് എ സെപ്പറേഷൻ ഇൻ അവർ ലൈഫ്. ഒരു വേർപാട് നമുക്ക് വേണം. വിശ്വാസിക്കും അവിശ്വാസിക്കും തമ്മിൽ, വിഗ്രഹത്തിനും ദൈവാലയത്തിനും തമ്മിൽ, ഭൂതങ്ങളുടെ പാനപാത്രത്തിനും ക്രിസ്തുവിൻ്റെ രക്തത്തിനും തമ്മിൽ വി മസ്റ്റ് ഹാവ് എ ഡീപ്പ് കമ്മ്യൂണിയൻ. വി മസ്റ്റ് ഹാവ് എ ഡീപ്പ് സെപ്പറേഷൻ. ഒരാഴമേറിയ വേർപാടും ഒരാഴമേറിയ കൂട്ടായ്മയും നമുക്കുണ്ടാകണം. കൂട്ടായ്മ കുഞ്ഞാടിൻ്റെ രക്തവുമായി, വേർപാട് പാപവുമായി. ഇതൊക്കെ നിന്ന് പറയേണ്ട ഭാഗങ്ങളാണ്. ഞാൻ മുൻപോട്ട് പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, if you have a separation with the sin and the world, and if you have a deep communion with the blood of Christ, you will be blessed than every nation. സകല ജാതികളെക്കാട്ടിലും നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആമേൻ. നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. സ്തോത്രം. You shall be a peculiar people. അതാണ് ഇസ്രായേലിൻ്റെ അടുക്കൽ പറയുന്നത്. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവർ. സ്തോത്രം, സ്തോത്രം. ഞാൻ മുൻപോട്ട് പോകട്ടെ സഹോദരങ്ങളെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ 1-2 ഭാഗങ്ങളെ ഞാൻ അറിവിലേക്ക് തൊട്ട് പറഞ്ഞു പോകാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. എന്താണ് ദൂരസ്ഥരും സമീപസ്ഥരും തമ്മിലുള്ള വ്യത്യാസം? അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ദൈവമില്ലാത്തവരുമായിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവീൻ. ഇതാണ് ദൂരസ്ഥരുടെ ലെവല്. ഒന്നാമത്, അവർക്ക് ക്രിസ്തുവില്ല. ക്രിസ്തുവെന്ന് പറഞ്ഞാൽ മിശിഹ, വീണ്ടെടുപ്പുകാരൻ അവർക്കില്ല. 2, ദൈവത്തിൻ്റെ ജനവുമായിട്ട്, ദൈവത്തിൻ്റെ ഇസ്രായേൽ പൗരത, ദൈവത്തിൻ്റെ രാജ്യവുമായിട്ട്, പൗരത എന്ന് പറയുന്നത് രാജ്യവുമായി ബന്ധപ്പെട്ട പദമാണ്. ദൈവരാജ്യവുമായിട്ട് അവർക്ക് സംബന്ധമില്ല. 2, വാഗ്ദത്തങ്ങളുമായിട്ട് അവർക്ക് യാതൊരു കണക്ഷനുമില്ല. അടുത്തത്, അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ല, ഭാവിയെക്കുറിച്ച് ഒരു ഹോപ്പുമില്ല. അടുത്തതായിട്ട് പറയുകയാണ്, അവർക്ക് ദൈവമേ ഇല്ല, അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം. പക്ഷെ അതാണ് ദൂരസ്ഥൻ്റെ അനുഭവം. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥനായി കഴിയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. 12-ാം വാക്യം ഒന്ന് തിരിച്ചു വായിച്ചാൽ മതി. യേശുവിൻ്റെ രക്തത്താൽ സമീപസ്ഥനായി കഴിഞ്ഞാൽ പിന്നെ നീ ക്രിസ്തുവിൻ്റെ കൂടെയുള്ളവനാ. 2, നീ ദൈവരാജ്യത്തിനകത്തെ ഒരു സഹപൗരനാണ്. 3, നീ വാഗ്ദത്തങ്ങൾക്ക് അവകാശിയാണ്. 4, നീ പ്രത്യാശയുള്ളവനാണ്. 5, നീ ദൈവമുള്ളവനാണ്. ഇതാണ് സമീപസ്ഥൻ്റെ പ്രത്യേകത. സ്തോത്രം. ഞാൻ അതിലെ വിശദീകരിക്കുന്നില്ല, അതിനെ പറഞ്ഞ് അടുത്തേക്ക് പോവുകയാണ്. യേശുവിൻ്റെ രക്തം നമുക്ക്, സ്തോത്രം, യേശുവിൻ്റെ രക്തം നമുക്ക് ക്രിസ്തു മുഖാന്തരം ഒരു സാമീപ്യത്തെ തരുന്നു. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള അടുത്ത അനുഗ്രഹം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു മുഖാന്തരം സമാധാനമുണ്ടാക്കി. യേശു എൻ്റെ രക്തം എന്ത് നൽകുന്നു? സമാധാനത്തെ നൽകുന്നു. സമയം അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. ജീവിതത്തിൻ്റെ സമാധാനം യേശുവിൻ്റെ രക്തമാണ്. ഇന്ന് രാത്രി ജീവിതത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി, ആമേൻ, അത് ഏത് മേഖലയിലുമാകട്ടെ, നിങ്ങളുടെ സമാധാനത്തെ തകർക്കുവാൻ പിശാച് മല്ലുകെട്ടി പൊരുതി വരുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾക്ക് സമാധാനത്തെ കൈവശമാക്കുവാൻ കഴിയും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം യേശുവിൻ്റെ രക്തത്തിൻ്റെ കയ്യിലാണ്. ഹൃദയത്തിൻ്റെ സമാധാനം. ഒരു മനുഷ്യൻ്റെ സമാധാനത്തിന് 4 തലമുണ്ട്. 1, ക്രിസ്തുവിൻ്റെ സമാധാനം ഹൃദയങ്ങളിൽ വാഴണം. 1, നമുക്ക് നമ്മുടെ അകത്തൊരു സമാധാനം ഉണ്ടാകണം. നമ്മൾ പറയത്തില്ല, എന്താണെന്നറിയത്തില്ല, വല്ലാത്തൊരു അസ്വസ്ഥത. നോ, ദ ഇന്നർ പീസ്. 2 റോമർ 5:1 പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആകയാൽ 1, നമ്മുടെ അകത്തൊരു സമാധാനം ഉണ്ടാകണം. ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല, അകത്ത് സമാധാനമില്ല. 2, ദൈവത്തോടൊരു സമാധാനം ഉണ്ടാകണം. 3, തമ്മിൽ സമാധാനമുള്ളവരായിരിക്കണം. 4, എബ്രായർ 12 പറയുകയാണ്, എല്ലാവരോടും സമാധാനം
സമാധാനം ആചരിച്ച് ഉപദ്രവിച്ചവരോട്, അപവാദം പറഞ്ഞവരോട്, അപമാനിച്ചവരോട്, തിന്മ ചെയ്തവരോട്, ക്ലേശിപ്പിച്ചവരോട്, സങ്കടപ്പെടുത്തിയവരോട് എല്ലാവരോടും സമാധാനം. എങ്ങനെ അത് സാധിക്കുക? യേശുവിൻ്റെ രക്തത്താൽ അത് സാധിക്കുക. ഞാൻ മുൻപോട്ട് പോവുകയാണ്. 7ാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരിക. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവന് നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു. രക്തത്താൽ എന്ത് സംഭവിക്കുകയാണ്? അവിടെ വിടുതൽ നൽകപ്പെടുകയാണ്. ഇന്ന് രാത്രി ദൈവസഭയോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പോരടിക്കുന്ന പ്രതികൂലത്തിൻ്റെ നടുവിൽ യേശുവിൻ്റെ രക്തം പറയുവേൻ, അവിടെ വിടുതലിനെ നിങ്ങൾക്ക് ലഭിക്കുക. 8ാമത്തെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 12-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെയാണ്. 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഭയങ്കരമായ യുദ്ധത്തെ നമുക്ക് കാണുവാൻ കഴിയുക. മഹാസർപ്പവോ സ്ത്രീയും തമ്മിലുള്ള യുദ്ധം. അടുത്തതായി മീഖായേൽ ആ സർപ്പവും തമ്മിലുള്ള യുദ്ധമായി മാറ്റപ്പെടുകയാണ്. ആദ്യമായ യുദ്ധം സ്ത്രീയും സർപ്പവും തമ്മിലായിരുന്നു. ഇപ്പോൾ മീഖായേൽ സർപ്പവും തമ്മിലാണ് യുദ്ധം. ഞാൻ അതിനെ ഒന്നും വിശദീകരിക്കുന്നില്ല. എന്നാൽ ആ യുദ്ധത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ മഹാസർപ്പത്തെ വെട്ടി താഴെ ഇട്ട് കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ സ്തോത്രം 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായ തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു. മരണപര്യന്ത തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. വിക്ടറി ഇൻ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ ജയം നേടാൻ കഴിയുക. പിശാച് മല്ലുകെട്ടി വാദിക്കുമ്പോൾ, നിനക്കെതിരെ അവൻ സകല തന്ത്രങ്ങളും ഉയർത്തുമ്പോൾ, നിനക്കെതിരെ അവൻ യുദ്ധത്തിൻ്റെ പോർവിളി ഉയർത്തുമ്പോൾ, യു ക്യാൻ ഹാവ് ദ വിക്ടറി ത്രൂ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾക്ക് ജയമെടുക്കുവാൻ കഴിയുക. 9ാമത്തെ വിഷയം എബ്രായ ലേഖനം 13-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആമേ. ക്രിസ്തു യേശുവിനെ കുറിച്ച് അവിടെ വിളിച്ചു കാണിക്കുകയാണ്. അവൻ ഇടയനാണ്. അവൻ ഇടയനാണെങ്കിൽ നമ്മൾ ആരാ? ആടുകളാണ്. ഇതൊരു ബന്ധമാണ്. ഞാൻ നല്ല ഇടയനാകുന്നു. ആമേ. പഴയ നിയമത്തിൽ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിനെ കുറിച്ച് യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിൽ പറയുകയാണ്, അവർ സമുദ്രത്തിൽ നിന്ന് അവരുടെ ഇടയനോടുകൂടെ കയറി വന്നു. മുമ്പിലുള്ള പ്രതിസന്ധികളെ ആമേൻ മുമ്പിൽ നിന്ന് ഇടയൻ വഴിമാറ്റിക്കൊടുത്തവരെ കയറ്റിക്കൊണ്ടുവന്നു. എന്താണ് ഈ ബന്ധത്തിന്റെ കാരണം? യേശുവിൻ്റെ രക്തമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലോ സ്വസ്ഥതയുടെ തീരങ്ങളിലോ അവൻ എന്നെ വഴി നടത്ത. കൂരിരുൾ പാഴ്വരയിൽ ഞാൻ ഭയപ്പെടത്തില്ല. ഒരു അനർത്ഥവും ഭവിക്കത്തില്ല. ഒരു ബാധയും അടുക്കത്തില്ല. ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്ക. ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്ക. നന്മയും കരുണയും പിന്തുടരുക. എന്താ കാരണം? രക്തം നൽകിയ ഒരു ബന്ധമാ. ഞാൻ ആട്, അവൻ ഇടയനുമെന്നുള്ള ഒരു ബന്ധത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. ഞാൻ ഒറ്റ വാക്യം പറഞ്ഞ്, പ്രധാനപ്പെട്ട ഒരു വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് ഒരു വെള്ളക്കുതിരയും അവിടെ പ്രത്യക്ഷമാവുകയാണ്. അനന്തരം ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടോ. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവൻ വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണുകൾ അഗ്നിജ്വാലയാണ്. അവൻ്റെ തലയിൽ അനേക രാജമുടികളുണ്ട്. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. സ്വർഗത്തിലെ സൈന്യ നിർമ്മലവും ശുഭ്രവുമായ വശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചോ. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ടവരെ മേയ്ക്കോ. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. സ്തോത്ര. രാജാതി രാജാവും കർത്താതി കർത്താവുമെന്ന നാമ അവൻ്റെ ഉടുപ്പിൻ്റെ മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ തേജസ്സേറിയ ഒരു ദർശനം കാണുകയാണ്. വെള്ള കുതിരപ്പുറത്തൊരുത്തനിരിക്കുന്നു. സ്വർഗത്തിലെ വിശേഷ വസ്ത്രം ധരിച്ച ശുഭ്രവും ശുദ്ധവുമായ നിർമ്മല സൈന്യ അവനെ പിന്തുടരുന്നു. അവൻ്റെ വായിൽ നിന്ന് വാൾ പുറപ്പെടുന്നു. അവൻ്റെ കണ്ണുകൾ അഗ്നിജ്വാലയാണ്. ജാതികളെ മേയ്ക്കുന്ന ഇരുമ്പുകോൽ അവൻ്റെ കയ്യിലുണ്ട്. ജാതികളുടെ മേലുള്ള ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ മദ്യത്തെ
സർപ്പത്തെ ചവിട്ടി മെതിക്കുന്ന അധികാരം അവൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇവൻ ആരാകുന്നുവെന്നറിയാമോ? ഇവൻ ആരാകുന്നുവെന്നറിയുവാൻ അതിൻ്റെ 13-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അവന് ദൈവത്തിൻ്റെ വചനമെന്ന് പേർ പറയുന്നു. നിങ്ങൾക്ക് ഈ ദൈവത്തിൻ്റെ വചനം എന്താണെന്നറിയാമോ? ആമേ, ഇത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അര ടീസ്പൂൺ വെച്ച് കുടിക്കാനുള്ള സാധനമല്ല. പകരമോ ഇത് ജാതികളെ വെട്ടുന്ന വാളാ. ഇത് ദൈവത്തിൻ്റെ ചക്കുമെതിക്കുന്ന അധികാരമാ. ഇത് സ്വർഗത്തിലെ സൈന്യം അക്കമ്പനി ചെയ്യുന്ന സാധനമാ. ഇത് സ്വർഗം തുറന്ന് വെള്ള കുതിരപ്പുറത്ത് ഇറങ്ങി വരുന്ന സൈന്യത്തിൻ്റെ അധിപനാ. ദൈവത്തിൻ്റെ വചന, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചന, അത് ദൈവം അയച്ച കാര്യം സാധിപ്പിച്ചിട്ട് മടങ്ങി വരുന്ന ശക്തിയാണ്. ഇത് രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. ഇത് എല്ലാവർക്കും കയറി വായിക്കാൻ പോലും പറ്റത്തില്ല. ആമേൻ. പക്ഷേ ഇതിനകത്ത് മനോഹരമായിരിക്കുന്ന ഒരു വിഷയം 13-ാം വാക്യം, അവന് ദൈവത്തിൻ്റെ വചനമെന്ന് പേർ പറയുന്നു. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. ആമേൻ. ഞാൻ അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയാം. അഡോൺ ദ വേർഡ് ഓഫ് ഗോഡ് വിത്ത് ദ ഗാർമെന്റ് ഓഫ് ബ്ലഡ്. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തെ രക്തത്തിൻ്റെ വസ്ത്രം കൊണ്ട് അലങ്കരിക്കുക. വാഗ്ദത്തങ്ങളെ, ഞാനതിനെ ഒറ്റ വാക്കിൽ പറയാം, നിങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ യേശുവിൻ്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ രക്തം തളിച്ച ഉടുപ്പ് കൊണ്ട് കവർ ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയ വാഗ്ദത്തങ്ങളുടെ മേൽ രക്തം തളിക്കണം. നിങ്ങൾക്ക് കിട്ടിയ ദൂതുകളുടെ മേൽ രക്തം തളിക്കണം. ദൈവത്തിൻ്റെ വചനം എടുത്ത് വായിച്ചിട്ട് യേശുവിൻ്റെ രക്തം പറയണം. ദൈവത്തിൻ്റെ വചനം അഭിഷക്തന്മാർ പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം പറഞ്ഞതിനെ പിടിച്ചെടുക്കണം. ദൈവത്തിൻ്റെ വചനവും രക്തവും കൂടെ ഒന്നിച്ചങ്ങോട്ട് ചേരുമ്പോൾ ജാതികളെ വെട്ടുന്ന വാളാകും അത്. ഇന്ന് രാത്രി ഉപവാസത്തിൻ്റെ 6-ാമത്തെ രാത്രിയിൽ ഞാൻ എൻ്റെ അഭിഷക്ത സമൂഹത്തോട് വിളിച്ചു ചോദിക്കുകയാണ്, കഴിയുമോ ദൈവത്തിൻ്റെ വചനത്തെയും യേശുവിൻ്റെ രക്തത്തെയും ഒന്ന് മുറുകെ പിടിച്ച്, വാഗ്ദത്തങ്ങളെ രക്തത്തിനകത്ത് മുറുകെ പിടിച്ച് ശബപ്രഭാലഘട്ട